സന്തോഷം ടെൻഷൻ അടിക്കേണ്ട എല്ലാം നന്നായിട്ട് കേൾക്കുന്നുണ്ട്. സന്തോഷം ടെൻഷൻ അടിക്കേണ്ട, സന്തോഷത്തോടെ ടെൻഷൻ അടിക്കേണ്ടതാണ് എല്ലാം നന്നായിട്ട് കേൾക്കുന്നത്. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ഏവർക്കും നമസ്കാരം. അതിജീവനത്തിന്റെ കാലഘട്ടത്തിൽ വീട് വിദ്യാലയമായി മാറിയ സാഹചര്യത്തിൽ ഓൺലൈൻ പഠന സൗകര്യമില്ലാത്ത കുട്ടികൾ നമ്മുടെ സ്കൂളിൽ ഉണ്ടെന്ന് മനസ്സിലാക്കി അവരെ കണ്ടെത്തി പഠന സൗകര്യങ്ങൾ ഒരുക്കുന്ന പദ്ധതിയാണ് ഡിജിറ്റൽ ഫിലാൻ. തീരദേശത്തിന്റെ അഭിമാനമായ സെന്റ് ഫിലോമിനാസ് ഗേൾസ് ഹൈസ്കൂളിന്റെ ഈ സംരംഭം നടപ്പിലാക്കുന്നത് സ്കൂളിന്റെ അഭ്യുദയകാംക്ഷികളിൽ നിന്ന് സ്വീകരിച്ച സംഭാവനകൾ കൊണ്ടാണ്. ഈ പദ്ധതി പ്രകാരമുള്ള ഡിജിറ്റൽ പഠനോപകരണ വിതരണത്തിന്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. കാലത്തിനനുസരിച്ച് നീങ്ങുന്ന മനുഷ്യൻ വിജയം കൊയ്യുന്നു. മനുഷ്യനെ വിജയപാതയിലേക്ക് നയിക്കുന്നത് കാലത്തിനതീതനായ സർവശക്തനാണ്. ഇന്നത്തെ നമ്മുടെ പരിപാടിയിൽ ഈശ്വര അനുഗ്രഹം യാചിക്കുന്നതിനായി നമുക്ക് ഏവർക്കും തയ്യാറെടുക്കാം. നമ്മെ ദൈവചരിത്രത്തിലേക്ക് നയിക്കുന്നതിനായി ഷീബ ടീച്ചർ, സുജ ടീച്ചർ, മിനി ടീച്ചർ, സിന്ധു ടീച്ചർ എന്നിവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ഏവരും ദയവായി എഴുന്നേറ്റ് നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
you, dear teachers. Fairness is a leader's moral obligation. നമ്മുടെ സ്കൂളിന്റെ പ്രഥമ അധ്യാപിക റവറൻഡ് സിസ്റ്റർ സി.ജി. തോമസിന്റെ ന്യായബോധത്തിന്റെ നേർക്കാഴ്ചയാണ് ഈ ചടങ്ങ്. അതിഥി ദേവോ ഭവ എന്ന ഭാരതീയ സംസ്കാരത്തിൽ അധിഷ്ഠിതമാണ് സ്വാഗതം. ഡിജിറ്റൽ ഫിലൈൻ ഉദ്ഘാടന പരിപാടിയുടെ സ്വാഗത പ്രസംഗം നിർവഹിക്കുന്നതിനായി ഏറെ സ്നേഹാദരവുകളോടെ സിസ്റ്റർ സി.ജിയെ ക്ഷണിച്ചുകൊള്ളുന്നു. Good afternoon, all of you. ഏറെ ബഹുമാനപ്പെട്ട നമ്മുടെ എംഎൽഎയും ഗതാഗത വകുപ്പ് മന്ത്രിയുമായ ഏറ്റവും പ്രിയങ്കരനായ അഡ്വക്കേറ്റ് ശ്രീ ആര്യ രാജു ആകുന്നു, മദർ മാനേജർ സിസ്റ്റർ ആകുന്നു, പുത്തൻപള്ളി വാർഡ് കൗൺസിലർ ശ്രീ എസ് സരൺ സർ, പ്രിയപ്പെട്ട PTA പ്രസിഡന്റ് ശ്രീ യൂസഫ് സർ, എത്തിയിട്ടില്ലെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട മണിക്കുവിളാകം കൗൺസിലർ ശ്രീ എസ് ബഷീർ, പ്രിയ മാതാപിതാക്കളെ, PTA എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, ഏറ്റവും സ്നേഹമുള്ള ടീച്ചേഴ്സ്, വിശുദ്ധ മാഗ്ദലിൻ കനോസായിലെ വിശുദ്ധ മാഗ്ദലിൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: Charity is like a fire. It embraces whole world. നന്മ എന്ന് പറയുന്നത്, പരസ്നേഹം എന്ന് പറയുന്നത് ഒരു അഗ്നി പോലെയാണ്. അത് ലോകം മുഴുവനും ചേർത്ത് വയ്ക്കുന്നു. ഇന്ന് ഈ 2 മണിക്ക് നമ്മുടെ ഈ സമ്മേളനം എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഡിജിറ്റൽ ഫിലൈൻ എന്ന നമ്മുടെ സ്മാർട്ട് ഫോൺ യജ്ഞത്തിന്റെ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസുകൾ ശരിയായി അറ്റൻഡ് ചെയ്യുവാൻ സാഹചര്യമില്ലാത്ത, സാമ്പത്തികമായി പിന്നോക്കം നൽകുന്ന കുട്ടികളെ സഹായിക്കുക എന്ന ഉദ്ദേശവുമായി സ്കൂൾ ഏർപ്പെടുത്തിയ ഒരു വലിയ യജ്ഞത്തിന്റെ ഉദ്ഘാടനത്തിനായി നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുകയാണ്. നമുക്കറിയാം, കൊറോണ എന്ന ഒരു വലിയ വിപത്ത് ലോകം മുഴുവനും നമ്മുടെ കുട്ടികളെ തന്നെ, നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ ഗവൺമെന്റ് കുട്ടികളുടെ പഠനം ഒരു കാര്യത്തിലും ഒരിക്കലും അത് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് കരുതി അവരുടെ പഠനം തുടർച്ചയായി നേടണം, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഉണ്ടാകരുത് എന്ന സതുദ്ദേശത്തോടുകൂടി ഈ വർഷം നമ്മൾ ഏർപ്പെടുത്തിയ ഓൺലൈൻ ക്ലാസുകളിൽ കൃത്യമായി അറ്റൻഡ് ചെയ്യുവാൻ സാധിക്കാത്ത കുട്ടികളുടെ ബുദ്ധിമുട്ട് നമുക്കറിയാം, നമ്മുടെ അധ്യാപകർക്കും അറിയാം. നമ്മൾ ആദ്യം നമ്മളിൽ തന്നെ സ്കൂളിൽ തന്നെ നിന്നുകൊണ്ട് അത് പരിഹരിക്കുവാൻ ശ്രമിച്ചു. നമ്മുടെ അധ്യാപകരും ഓഫീസ് സ്റ്റാഫ് എല്ലാവരും ഉൾപ്പെട്ട ഒരു യജ്ഞത്തിലൂടെ നമ്മൾ സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കി നമ്മൾ 41 ഫോൺ കുട്ടികൾക്ക് നൽകുന്നത്. വീണ്ടും നമ്മൾ മനസ്സിലാക്കി ഇനിയും ഒരുപാട് കുട്ടികൾക്ക് പഠിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്, ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ചിന്തിച്ചു, നമ്മളുടെ തന്നെ റിട്ടയർഡ് ടീച്ചേഴ്സ് ഉണ്ട്, എക്സ് പഠിച്ച വിദ്യാർത്ഥികളുണ്ട്, നമ്മുടെ നല്ലവരായ നാട്ടുകാരുണ്ട്, നമ്മുടെ തന്നെ ചുറ്റുവട്ടങ്ങൾ, നമ്മുടെ തന്നെ സുഹൃത്തുക്കളുണ്ട്, ഇവിടെ നിന്ന് ഇവിടെ അധ്യാപകരായതുകൊണ്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫർ ആയി പോയി നിൽക്കുന്ന അധ്യാപകരുണ്ട്. എല്ലാവരെയും അറിയിച്ചുകൊണ്ട് നമ്മൾ ഡിജിറ്റൽ ഫിലൈൻ എന്നൊരു ഗ്രൂപ്പ് സംഘടിപ്പിക്കുകയും അതുവഴി നമ്മൾ സമാഹരിച്ച തുക കൊണ്ട് നമ്മൾ ഇപ്പോൾ ഒരു 50 ഫോൺ വാങ്ങിയിട്ടുണ്ട്. ഇനിയും നമുക്കറിയാം, ഈ 50 കുട്ടികൾക്ക് തന്നെ ആവശ്യമുണ്ട്, ഈ ഒരുപാട് കുട്ടികൾക്ക് ഈ ഫോൺ ആവശ്യമുണ്ട് എന്ന് നമുക്കറിയാം. അതിനുള്ള ബാക്കി തുക സമാഹരണവും നമ്മൾ നടത്തുന്നുണ്ട്. അതിനായിട്ടാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇന്നത്തെ പ്രധാന അതിഥി എന്ന് പറയുന്നത്
എമ്മിനെയും അതോടൊപ്പം തന്നെ നാടിന്റെ കേരള സംസ്ഥാനത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രിയുമായ നമുക്ക് ഏവർക്കും സുപരിചിതനായ നമ്മുടെ സ്കൂളിന്റെ കാര്യങ്ങൾ മറ്റെല്ലാ കാര്യങ്ങൾ നാടിന്റെ കാര്യങ്ങളും ഒക്കെ ഒരേപോലെ ഇടപെടുന്ന ഏറ്റവും ആദരണീയരായ അഡ്വക്കേറ്റ് ശ്രീ ആന്റണി രാജു അവകളാണ്. സാറിനെ ഏറ്റവും സ്നേഹത്തോടും ആദരവോടും കൂടി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഏറെ സുപരിചിതനാണ് നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് കൗൺസിലർ, മാണിക്യവിളാകം വാർഡ് കൗൺസിലർ ശ്രീ എസ് എം റഷീദ് സാർ. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമാണ്. അതോടൊപ്പം സ്കൂളിന്റെ വളർച്ചയിൽ എപ്പോഴും എല്ലാ കാര്യങ്ങളിലും വളരെ സ്നേഹത്തോടുകൂടി ഇടപെടുകയും എപ്പോഴും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വിളിച്ചാലും അതേസമയം അദ്ദേഹത്തെ കണ്ടാലും സമീപിച്ചാലും ഒക്കെ വളരെ താല്പര്യവും ഒരു പ്രത്യേക സ്നേഹമാണ് നമ്മുടെ സ്കൂളിനോട് കാണിക്കാറുള്ളത്. സ്കൂളിലെ എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധ, കുട്ടികൾ എങ്ങനെ പഠിക്കുകയും അവരുടെ വിജയം എങ്ങനെയാണ്, അധ്യാപകർ എങ്ങനെ കുട്ടികളുടെ പഠന കാര്യങ്ങളിൽ ഇടപെടുന്നു എന്നെല്ലാം വളരെ സ്നേഹത്തോടുകൂടി അന്വേഷിക്കുകയും ചെയ്യുന്ന നമ്മുടെ വാർഡ് കൗൺസിലർ ഇവിടെ സന്നിഹിതനായിട്ടുണ്ട്. സാറിനെ എല്ലാവരുടെയും പേരിൽ വളരെയധികം സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഏവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വളരെയധികം പരിചയമുള്ള ഒരു മുഖമാണ് ഇരിക്കുന്നത്. നമ്മുടെ അടുത്ത വാർഡിലെ പുത്തൻപള്ളി വാർഡ് കൗൺസിലറാണ് ശ്രീ എസ് സൈലിം. സാറിനെ എനിക്ക് വളരെ നേരത്തെ തന്നെ പരിചയമുണ്ട്. ഞാൻ ഇവിടുത്തെ ഒരു പൂർവ്വ അധ്യാപികയാണ്. ഒരു 96-ൽ ഞാനിവിടെ സ്കൂളിലേക്ക് എന്റെ സന്യാസ ജീവിതത്തിന്റെ ആദ്യഘട്ടവും എന്റെ അധ്യാപന ജീവിതത്തിന്റെ ആദ്യഘട്ടവും ഒക്കെ തുടങ്ങിയത് ഇവിടെ വെച്ചാണ്. അപ്പോൾ മുതൽ തന്നെ എനിക്ക് സൈലിം സാറിനെ അറിയാം. വളരെ യുവാവായിരിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയമായിട്ടല്ലാതെ മറ്റു കാര്യങ്ങളിൽ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലും നമ്മുടെ ഈ വഴിയിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മളോടൊക്കെ സിസ്റ്റേഴ്സിനോടൊക്കെ വളരെയധികം സ്നേഹത്തോടെ ഒക്കെ സംസാരിക്കുകയും ചെയ്യുന്ന സലീം സാർ നമുക്ക് എല്ലാവർക്കും സ്കൂളിലും ഏറെ പ്രിയപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. അത് മാത്രമല്ല എന്നെ വളരെയധികം സ്പർശിച്ച ഒരു കാര്യം എന്ന് പറയാൻ, ഞാൻ വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് കഴിഞ്ഞ വർഷം ഇവിടെ എത്തിയത്. പുത്തൻപള്ളി വാർഡ് കൗൺസിലർ സലീമാണെന്ന് എനിക്കറിയാമെങ്കിലും അദ്ദേഹത്തെ ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കാൻ വേണ്ടി ഞാൻ PTA പ്രസിഡന്റ് വഴി അന്വേഷിച്ചപ്പോൾ സലീം സാർ പറഞ്ഞ സിസ്റ്റർ അങ്ങോട്ട് വരില്ല, ഞാൻ ഇങ്ങോട്ട് വരാം. എനിക്കത് വളരെയധികം അതെന്നെ സ്പർശിക്കുകയുണ്ടായി. എന്റെ സ്കൂളിന്റെ ആവശ്യത്തിനാണ് ഞാൻ സാറിനെ സമീപിക്കാൻ തീരുമാനിച്ചത്. പക്ഷെ ആ ഒരു സഹോദരമായ സ്നേഹം ഞാൻ അവിടെ കണ്ടു. സാർ ഇവിടെ വന്നു, സംസാരിച്ചു. എനിക്ക് തോന്നുന്നു സാറ് 3 പ്രാവശ്യമായി തന്നെ പുത്തൻപള്ളി വാർഡിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് കൗൺസിലറായി പ്രവർത്തിക്കുന്നു. അത് തന്നെ സലീം സാർ വളരെ ജനകീയനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാറിന്റെ സാന്നിധ്യം വളരെയധികം ഞങ്ങൾ വിലമതിക്കുന്നു. വളരെ സ്നേഹത്തോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട മദർ മാനേജർ സിസ്റ്റർ അന്നുവാനും മറ്റും മുഖമുദ്രകൾ നമുക്ക് ആവശ്യമില്ല. സിസ്റ്റേഴ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സിസ്റ്റർ ഇവിടുത്തെ ഒരു പ്രധാന അധ്യാപികയായിരുന്നു. സിസ്റ്ററിന്റെ ഇടപെടലുകൾ നമ്മുടെ സ്കൂളിനെ വളർച്ചയുടെ പാതയിലേക്ക് ഒരുപാട് നയിച്ചിട്ടുണ്ട്. സിസ്റ്ററും ഈ പ്രദേശവും ഇവിടെ ഇരിക്കുന്ന നമ്മുടെ വേദിയിലിരിക്കുന്ന വ്യക്തിത്വങ്ങളൊക്കെ ഏറെ പരിചിതരാണ്. സ്കൂളിന്റെ എല്ലാ കാര്യത്തിലും സ്കൂൾ എവിടെയൊക്കെ വളർച്ചയോ എവിടെയൊക്കെ ആവശ്യങ്ങളുണ്ടോ അപ്പോഴൊക്കെ ഒരു അനുഗ്രഹത്തിന്റെ ഒരു സാന്നിധ്യമാണ്. അനുഗ്രഹത്തിന്റെ ആശീർവാദവും ഒക്കെ ആയിട്ട് സിസ്റ്ററിന്റെ പ്രാർത്ഥനകളും സാന്നിധ്യവും ഇടപെടലുകളും എല്ലാം ഒരു മാനേജർ എന്നതിനുപരി ഒരു സിസ്റ്റർ എന്ന രീതിയിൽ തന്നെ നമ്മളോടുണ്ട്, അധ്യാപകരോടുണ്ട്, കുട്ടികളോടുണ്ട്, ഇവിടെയുള്ള എല്ലാ സിസ്റ്റേഴ്സിനോടുമുണ്ട്, ഈ നാടിനോടൊപ്പമുണ്ട്. സിസ്റ്റർ അനുവിനെ സ്നേഹാദരവോടെ സ്വാഗതം ചെയ്യുന്നു. സ്കൂളിലെ PTA എന്ന് പറയുന്നത്, PTA ആണ് സ്കൂളിലെ നട്ടെല്ല് എന്ന് പറയുന്നത്. നമുക്കറിയാം, അധ്യാപകരുണ്ട്, നമുക്ക് മാനേജ്മെന്റ് ഉണ്ട്. അധ്യാപകരോടും മാനേജ്മെന്റിനൊപ്പം ചേർന്നതുകൊണ്ട് പ്രവർത്തിക്കുന്ന PTA എന്നും ഒരു അഭിമാനം തന്നെയാണ്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇവിടുത്തെ PTA-യോട് ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്. PTA പ്രസിഡന്റ് മാത്രമല്ല, എല്ലാ മെമ്പേഴ്സും സ്കൂളിനോടൊപ്പം തന്നെ ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ്. ശ്രീ യൂസഫ് സാറിനെ കുറിച്ച് പറഞ്ഞാൽ, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. എല്ലാ ആവശ്യങ്ങളിലും ഒരു ഫോൺ വിളി മാത്രം മതി. ഫോൺ വിളിച്ചില്ലെങ്കിൽ പോലും ഇങ്ങോട്ട് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയും
സ്കൂളിലെ കാര്യങ്ങൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദ്യത്തിനുള്ള പ്രശ്നങ്ങളോട് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്തൊക്കെ എപ്പോഴും അന്വേഷിക്കണം. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമുക്കൊരു സ്കൂളിൽ ഒരു സഹോദരനുണ്ട് എന്ന്. അപ്പൊ സാറിന്റെ യൂസഫ് സാറിന്റെ സാന്നിധ്യവും അതോടൊപ്പം ഇടപെടലുകളും പ്രവർത്തനവും എല്ലാം സ്കൂളിന് തന്നെ വളരെയധികം സന്തോഷകരമാണ്. സാറിനെ ഏറെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ PTA എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, PTA പ്രസിഡന്റൊപ്പം തന്നെ അത്രയും തന്നെ വിലപിടിപ്പുള്ള വ്യക്തികളാണ് അവരെല്ലാം. എനിക്ക് തോന്നുന്നു ഒരു 2-3 പേർക്ക് എന്റെ തന്നെ സ്റ്റുഡൻസ് ആണ്. അപ്പൊ നമുക്ക് ഒരു സ്വന്തം എന്ന രീതിയിൽ ഈ വിദ്യാലയത്തെ ഒരു കുടുംബം എന്ന രീതിയിൽ കാണുന്നവരാണ് PTA മെമ്പേഴ്സ്, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, അതുപോലെ PTA മെമ്പേഴ്സ് എല്ലാവരും. എനിക്ക് തോന്നുന്നു എനിക്ക് നല്ലൊരു അനുഭവമാണ് ഈ PTA ആയിട്ടുള്ളത്. നമുക്കിപ്പോൾ അധികം പ്രവർത്തനങ്ങൾ ഇല്ലെങ്കിൽ പോലും നമ്മൾ അകലങ്ങളിലായിരുന്നുകൊണ്ട് തന്നെ അടുത്തായിരിക്കുന്ന ഒരു അനുഭവമാണ് എനിക്ക് ഉള്ളത്. അതുപോലെ എല്ലാ PTA എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെയും വൈസ് പ്രസിഡന്റിനെയും MPTA പ്രസിഡന്റിനെയും MPTA മെമ്പേഴ്സിനെയും ഒക്കെ വളരെ സ്നേഹത്തോടുകൂടി വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട പാരന്റ്സ് ഉണ്ട്, കുട്ടികളുണ്ട്. ഞാൻ നേരത്തെ ഈ മീറ്റിംഗ് തുടങ്ങുന്നതിന് തന്നെ പറഞ്ഞു, ഇത് ഒരു ആഘോഷമല്ല, ഇത് നമ്മളൊരു സഹായം. നമ്മുടെ കുട്ടികൾ നമുക്ക് സ്വന്തമാണ്. നിങ്ങളുടെ മക്കൾ ഇവിടെ അധ്യാപകരുടെ സ്വന്തം മക്കളെ പോലെ തന്നെയാണ്. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സഹായം ചെയ്യുകയെന്നും നിങ്ങളുടെ ആവശ്യത്തിൽ നമ്മൾ സഹായിക്കുന്നു എന്നേ ഉള്ളൂ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ഒരു വലിയ ഷോയൊന്നുമല്ല. നമ്മൾ നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങൾ പഠിക്കണം, പഠിച്ച് നല്ല മിടുക്കികളാകണം, പഠിച്ച് ഉന്നതങ്ങളിൽ എത്തിച്ചേരണം എന്നൊരു ലക്ഷ്യം മാത്രമേ ഈ ഒരു കാര്യം കൊണ്ടുള്ളൂ. നമുക്കറിയാം, ഇതെല്ലാം ടീച്ചേഴ്സും എല്ലാവരും വളരെയധികം കഷ്ടപ്പെട്ട് പലരോടും ചോദിച്ച് ഈ ഫോൺ വാങ്ങിക്കുന്നതിനുള്ള പൈസ കണ്ടെത്തിയത്. അങ്ങനെയെങ്കിൽ നിങ്ങളെ സഹായിക്കുമ്പോൾ ഏറ്റവും നന്നായിട്ട് പഠിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പാരന്റ്സിനെയും വിദ്യാർത്ഥികളെയൊക്കെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സ്വാഗതത്തിന്റെ ആവശ്യമില്ലെങ്കിൽ പോലും നമ്മുടെ അധ്യാപകർ, ഓഫീസ് സ്റ്റാഫ് ഇവരെല്ലാം ഒരേപോലെ കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സ്കൂളിന്റെ എന്ത് ആവശ്യത്തിലും മാനേജ്മെന്റിനോടൊപ്പം PTA-യോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ നല്ല അധ്യാപകരാണ് എനിക്ക് ഇവിടെ ഉള്ളത്. എനിക്കിപ്പോഴും ഇവിടുത്തെ അധ്യാപകരുടെ കാര്യത്തിൽ നമ്മുടെ ഏത് സ്ഥാപനങ്ങളിലായാലും, ഇവിടെ മാത്രമല്ല നമ്മുടെ തന്നെ മറ്റ് കൺവെൻഷൻ സ്ഥാപനങ്ങളിലുള്ള അധ്യാപകരൊക്കെ ഇത്രയും നല്ലവർ തന്നെയാണ്. അപ്പൊ എന്തിനും ഒരു കമ്മിറ്റഡ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് ചെയ്യാം, സിസ്റ്ററിന് തടസ്സമില്ല, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് പറയുന്ന അധ്യാപകരുണ്ട്, നമ്മുടെ ഓഫീസ് സ്റ്റാഫുണ്ട്, നമ്മളോട് ബന്ധപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഇതിനെല്ലാം ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിർത്തുന്ന വാക്ക് നമ്മളെ സഹായിച്ച എല്ലാ നല്ല വ്യക്തികളെയും ഞാൻ ഓർമ്മിക്കുന്നു. ചെറുതും വലുതുമായ തുകകൾ നൽകി ഈ ഒരു നമ്മുടെ ഡിജിറ്റൽ ഫിനായി എന്ന ഫോൺ യജ്ഞത്തിന് അത് യാഥാർത്ഥ്യമാക്കി തീർക്കുവാൻ നമ്മളെ സഹായിച്ച എല്ലാ വ്യക്തികളെയും ഓർമ്മിക്കുന്നു. ആരും തന്നെ ഇവിടെയില്ല, എങ്കിൽ പോലും എല്ലാവരെയും ഓർമ്മിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ബിലവഡ് സിസ്റ്റർ. 2020 സ്കൂളിന്റെ സാരഥ്യം ഏറ്റെടുത്തത് മുതൽ നൂതന വെല്ലുവിളികൾ നേരിടേണ്ടി വന്ന സിസ്റ്റർ സിജിക്ക് ദൈവാനുഗ്രഹം, കർത്തവ്യബോധം, നിർവഹണ പാടവം, നീതിബോധം, ഊർജസ്വലത തുടങ്ങിയ ഗുണങ്ങളാൽ സമ്പന്നയായ സിസ്റ്ററിന് ഈ പ്രശ്നങ്ങളെയെല്ലാം അതിജീവിച്ച് വിദ്യാലയത്തെ ഉന്നത നിലവാരത്തിലെത്തിക്കാൻ സാധിച്ചു. സ്കൂളുമായി ബന്ധപ്പെട്ട ഓരോ വ്യക്തിയുടെയും ജീവിതം സന്തോഷപ്രദമാക്കി കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളും വേറിട്ട രീതിയിൽ നടപ്പിലാക്കുന്ന സിസ്റ്റർ സിജി നമ്മുടെ അഭിമാന താരമാണ്. നമ്മുടെ സ്കൂളിന്റെ ഉന്നമനത്തിന്റെ തെളിവാണ് G-Fuel പൈലറ്റ് പ്രോജക്റ്റിലേക്ക് നമ്മുടെ സ്കൂൾ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നത്. ഈ അവസരത്തിൽ സിസ്റ്ററിനെ അനുമോദിക്കുന്നതോടൊപ്പം കൃത്യമായ സ്വാഗതം ആശംസിക്കുന്നു. സെന്റ് ഫിലോമിനാസിന്റെ ഉന്നമനത്തിനായി അക്ഷീണം പ്രയത്നിക്കുന്ന വ്യക്തിത്വമാണ് സുമൻ ടീച്ചറിന്റേത്. ഓൺലൈൻ പഠന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ പ്രാരംഭ നടപടികൾ മുതൽ തന്നെ സജീവമായി പ്രവർത്തിക്കുന്ന മികച്ച സംഘാടകയും
കഠിന പ്രയത്നയും ഡിജിറ്റൽ ഫിലൈൻ പദ്ധതിയുടെ കോർഡിനേറ്റർമാരിൽ ഒരാളുമായ സുമൻ ടീച്ചറിനെ ഡിജിറ്റൽ ഫിലൈൻ പദ്ധതിയുടെ വിശദീകരണത്തിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്കാരം. സെന്റ് തോമസ് JHS ഡിജിറ്റൽ ഫിലൈൻ പദ്ധതി വിശദീകരണം 2021-22. ഈ 27 വർഷാരംഭത്തിൽ നടത്തിയ ക്ലാസ് PTA, ഓൺലൈൻ ക്ലാസുകൾ, വിക്ടേഴ്സ് ചാനലിലെ ക്ലാസുകൾ എന്നിവയെക്കുറിച്ച് രക്ഷകർത്താക്കളെ അറിയിച്ചപ്പോൾ സ്കൂളിൽ ഒരു ചെറിയ വിഭാഗം കുട്ടികൾക്ക് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിനാവശ്യമായ ഡിജിറ്റൽ ഉപകരണങ്ങൾ ഇല്ല എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്ക് ഡിജിറ്റൽ പഠനോപകരണങ്ങൾ എത്തിക്കുക എന്ന ഉദ്ദേശലക്ഷ്യത്തോടുകൂടി രൂപീകരിച്ച പദ്ധതിയാണ് ഡിജിറ്റൽ ഫിലൈൻ. വിദ്യാഭ്യാസ വകുപ്പ് അധ്യയന വർഷാരംഭത്തിൽ അധ്യാപകർക്ക് രക്ഷകർത്താക്കളിൽ നിന്നും ശേഖരിക്കുവാൻ നൽകിയ വിവര ശേഖരണ ഫോർമാറ്റിൽ ഓൺലൈൻ പഠന സാഹചര്യം നിലവിൽ ഇല്ലാത്ത വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ ശേഖരിക്കുവാൻ ആവശ്യപ്പെട്ടിരുന്നു. അതിന് പ്രകാരം അധ്യാപകർ തയ്യാറാക്കിയ സ്റ്റുഡൻസ് രജിസ്റ്ററിൽ നിന്ന് കുട്ടികളെ കണ്ടെത്തുകയും 20/6/2021 കൂടിയ സ്റ്റാഫ് മീറ്റിംഗിൽ ഏറ്റവും അർഹരായ കുട്ടികളുടെ വിവരങ്ങൾ ഹെഡ് മിസ്റ്റേഴ്സ് SSCGയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കുകയുണ്ടായി. പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി 5 അധ്യാപകർ അടങ്ങുന്ന സമിതി രൂപീകരിച്ചു. അടിയന്തരമായി ഡിജിറ്റൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യേണ്ട 35 കുട്ടികളെ കണ്ടെത്തുകയും അധ്യാപകരും അനധ്യാപകരും നൽകുന്ന സംഭാവന ഉപയോഗിച്ച് പഠനോപകരണങ്ങൾ വാങ്ങി നൽകുന്നതിന് തീരുമാനിക്കുകയും ചെയ്യും. അതിന് പ്രകാരം 30/6/2021 ഹൈസ്കൂൾ വിഭാഗത്തിനും 2/7/2021 UP വിഭാഗത്തിനും 22/7/2021 LP വിഭാഗത്തിനും 35 ഡിജിറ്റൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യും. സ്റ്റാഫിന്റെ സംഭാവന ഉപയോഗിച്ച് വാങ്ങിയ പഠനോപകരണങ്ങൾക്ക് പുറമെ സ്റ്റാഫ് സ്പോൺസർ ചെയ്ത പഠനോപകരണങ്ങൾ കൂടി വിതരണം ചെയ്യുകയുണ്ടായി. അച്ഛനമ്മമാർ നഷ്ടപ്പെട്ട കുട്ടികൾക്കും ശാരീരിക, മാനസിക, സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്കും രോഗങ്ങളാൽ ദുരിതങ്ങൾ പോയിരുന്ന കുടുംബങ്ങൾക്കുമാണ് ആദ്യഘട്ടത്തിൽ ഡിജിറ്റൽ ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. ജൂലൈ 10 പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ മാർഗരേഖ പ്രകാരം സ്കൂളിൽ ഡിജിറ്റൽ പഠനോപകരണങ്ങൾ ലഭ്യമല്ലാത്ത കുട്ടികളുടെ വിവരങ്ങൾ 3 വിഭാഗങ്ങളായി തരംതിരിച്ച് ജൂലൈ 12 സ്കൂൾ തലത്തിൽ സമിതി രൂപീകരിച്ച് ജൂലൈ 15 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കണക്ക് കൈമാറുന്നതിന് നിർദ്ദേശം ലഭിച്ചു. അതിന് പ്രകാരം സ്വന്തമായി കുട്ടികൾക്ക് ഉപകരണങ്ങൾ വാങ്ങി നൽകാൻ കഴിവുള്ളവർ, ലോൺ സൗകര്യം ലഭ്യമാക്കിയാൽ വാങ്ങി നൽകാൻ കഴിവുള്ളവർ, സമൂഹത്തിന്റെ സഹായം ഇക്കാര്യത്തിൽ ആവശ്യമുള്ളവർ എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായി കുട്ടികളുടെ വിവരങ്ങൾ ശേഖരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സംബോധന വഴി കൈമാറി. സ്കൂൾ അധികൃതർ തന്നെ കുട്ടികൾക്കെല്ലാം പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന എന്ന നിർദ്ദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സ്കൂളുകളെ സമിതി രൂപീകരിച്ച് അധ്യാപകരും അനധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും വിരമിച്ച അധ്യാപകരും ഈ സ്കൂളിൽ മുൻപ് അധ്യാപകരായിരുന്നവരുടെയും അവരുടെ കാംക്ഷികളുടെയും സഹായത്താൽ ഒരു ഫണ്ട് രൂപീകരിച്ച് ഏറ്റവും അർഹരായ 58 കുട്ടികൾക്ക് കൂടി പൂർണ്ണമായ സമൂഹ സഹായം ഉറപ്പാക്കി പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിന് തീരുമാനിച്ചു. 58 കുട്ടികളിൽ 8 പേർക്ക് ഇതിനോടകം പഠനോപകരണങ്ങൾ മറ്റ് സംവിധാനങ്ങളിലൂടെ ലഭിക്കുകയോ രക്ഷകർത്താക്കൾ വാങ്ങി നൽകുകയോ ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടെത്തിയില്ല. ഈ ഘട്ടത്തിൽ 50 കുട്ടികൾക്കാണ് പഠനോപകരണങ്ങൾ ഇന്ന് ഇവിടെ വിതരണം ചെയ്യുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ GSU ഓൺലൈൻ പഠനവുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിൽ സെന്റ് ഫിലോമിനാസ് ഉൾപ്പെടുന്നതിനാൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ മുഴുവൻ കുട്ടികൾക്കും ഡിജിറ്റൽ പഠനോപകരണങ്ങൾ അടിയന്തരമായി വിതരണം ചെയ്യേണ്ടതുണ്ട്. അടുത്ത ഘട്ടത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിലെ കുട്ടികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. മുഴുവൻ കുട്ടികൾക്കും ഡിജിറ്റൽ പഠനോപകരണങ്ങൾ നൽകി സ്കൂളിനെ സമ്പൂർണ്ണമായി ഓൺലൈൻ പഠനത്തിന് സജ്ജമാക്കുക എന്ന ലക്ഷ്യവുമായി സമിതി നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഇനിയും സഹായ സഹകരണം നൽകണമെന്ന് സ്കൂൾ വിദ്യാഭ്യാസ കമ്മീഷനോട് സാദരം അഭ്യർത്ഥിക്കുന്നു. ഈ യജ്ഞത്തിന് സെന്റ് ഫിലോമിനാസിനോടൊപ്പം ഇന്ന് എല്ലാ ബഹുമാന വ്യക്തികൾക്കും സ്നേഹാദരവോട് നന്ദി അർപ്പിച്ചുകൊണ്ട് ഡിജിറ്റൽ ഫിലൈൻ പ്രോജക്ട് പ്രവർത്തന റിപ്പോർട്ട് സമർപ്പിക്കുന്നു. താങ്ക് യു. Thank you, dear teacher. Leaders see strength in their followers. നിങ്ങളെയും അജഗണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കുകയും. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 20:28. തന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ജനത്തിന്റെ ക്ഷേമത്തിനായി തന്റെ രാഷ്ട്രീയ ജീവിതം വിനിയോഗിക്കുന്ന നേതാവാണ് അഡ്വക്കേറ്റ് ശ്രീ ആന്റണി രാജു അവർകൾ. ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ്, തിരുവനന്തപുരം വെസ്റ്റ് നിയോജക മണ്ഡലം MLA എന്നീ രാഷ്ട്രീയ പടവുകൾ കയറി കേരള സംസ്ഥാന ഗതാഗത മന്ത്രി പദത്തിലെത്തിയ
ബഹുമാനീയനായ അഡ്വക്കേറ്റ് ശ്രീ ആന്റണി രാജു സാറിന് ഫിലോമിനാസ് കുടുംബത്തിന്റെ ആശംസകൾ അർപ്പിക്കുന്നതിനായി നമ്മുടെ ഏവരുടെയും പ്രിയങ്കരിയായ ഡയാന ടീച്ചറിനെ സ്നേഹപുരസ്സരം ക്ഷണിക്കുന്നു. പഠനോപകരണ വിതരണത്തിനായി എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട തിരുവനന്തപുരം MLA-യും ഗതാഗത വകുപ്പ് മന്ത്രിയുമായ അഡ്വക്കേറ്റ് ആന്റണി രാജു, സ്കൂൾ മാനേജർ റവറൻഡ് സിസ്റ്റർ അനു, ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ സിജി, വാർഡ് കൗൺസിലേഴ്സ്, PTA പ്രസിഡന്റ്, സഹപ്രവർത്തകരെ, രക്ഷിതാക്കളെ, കുഞ്ഞുമക്കളെ, നാളെയുടെ വാഗ്ദാനങ്ങളായി കത്തിക്കയറുക. ചാരത്തിനു പകരം നിങ്ങളുടെ വ്യക്തിത്വങ്ങളെ, കഴിവുകളെ തീച്ചുള്ളിലിടുക. തിളച്ചുമറിയുന്ന യൗവനത്തെ അവിസ്മരണീയമാക്കുക. പ്രയത്നിക്കുക, പോരാടുക. യൗവനം മുതൽ പ്രയത്നിച്ച് പോരാടി ഇന്ന് തീരദേശ മേഖലയ്ക്ക് അഭിമാനമായി മാറിയ വ്യക്തിത്വത്തിന് ഉടമയാണ് തിരുവനന്തപുരം MLA-യും ഗതാഗത വകുപ്പ് മന്ത്രിയുമായ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ആന്റണി രാജു. മഹനീയമായ ഈ ഫിനാൻസ് ഡിജിറ്റൽ യജ്ഞത്തിന് മാറ്റിക്കൂട്ടുവാൻ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ആശംസ അർപ്പിക്കുക എന്ന കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. നമുക്ക് ഏവർക്കും സുപരിചിതരും നമ്മുടെ ഓരോരുത്തരുടെയും പ്രത്യേകിച്ച് കലയോര ജനതയുടെ ചെറുതും വലുതുമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് ബഹുമാനപ്പെട്ട മന്ത്രി. നമ്മെ പോലെ നമ്മോടൊപ്പം നമ്മളെ ഒരാളായി നമ്മുടെ നാട്ടുവഴികളിലൂടെ നടന്നു നീങ്ങുന്ന ഒരാൾ. ഇപ്പോഴുള്ള അദ്ദേഹം നമ്മുടെ ഭരണസാരഥിയായിരിക്കുന്നു. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയത്തിലേക്ക്, തീരമേഖലയ്ക്ക് ആവേശമായി പൂന്തുറക്കാരൻ എന്ന തലക്കെട്ടാണ് വാർത്തകളിലെല്ലാം സ്ഥാനം നേടിയത്. അദ്ദേഹം നേരിട്ട പ്രതിസന്ധി ഘട്ടങ്ങളും പ്രയത്നവുമെല്ലാം സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ നമുക്കേവർക്കും, പ്രത്യേകിച്ച് കടലിന്റെ മക്കളായ പൂന്തറ നിവാസികൾക്ക് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ആന്റണി രാജുവിന്റെ മന്ത്രിസ്ഥാനം ഒരു തിലകക്കുറി തന്നെയാണ്. അധികാര സ്ഥാനങ്ങളിലായിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ജനതയുടെ ആവശ്യങ്ങൾക്ക് ഉതകുന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലികളിൽ നിന്നുകൊണ്ട് നമുക്കും പാഠങ്ങൾ ഉൾക്കൊള്ളാം. ഒരു മന്ത്രി എന്ന നിലയിൽ കേരള ജനതയ്ക്ക് അഭിമാനിക്കാവുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ഉയരങ്ങളിലെത്തുവാൻ സാധിക്കട്ടെ. കൂടാതെ സാറിന്റെ ഇനിയുള്ള എല്ലാ പ്രവർത്തന മേഖലകളിലും സർവേശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഡിയർ ടീച്ചർ. ആദരണീയായ നമ്മുടെ മദർ സുപ്പീരിയറും ലോക്കൽ മാനേജറുമായ റവറൻഡ് സിസ്റ്റർ അനു വാര്യമറ്റത്തിനെ ഫിലൈൻ കുടുംബത്തിന്റെ പ്രതിനിധിയായി ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ശ്രീ ആന്റണി രാജു സാറിനെ പൊന്നാട അണിയിക്കുന്നതിനായി ഏറ്റവും ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. പൊന്നാട സ്വീകരിക്കണമെന്ന് സാറിനോട് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു മദർ. താങ്ക് യു സർ. സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളാൽ സാങ്കേതിക വിദ്യ പരമാവധി പ്രയോജനപ്പെടുത്തി വിദ്യാഭ്യാസം അഭംഗുരം തുടരണമെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനായി ഡിജിറ്റൽ ഫിലൈൻ പദ്ധതിയുടെ ഭാഗമായുള്ള പഠനോപകരണ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി കേരള സംസ്ഥാന ഗതാഗത മന്ത്രി അഡ്വക്കേറ്റ് ശ്രീ ആന്റണി രാജു സാറിനെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു.
ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഈ സ്കൂളിന്റെ മാനേജർ, എൻ്റെ പഴയ സുഹൃത്ത് സിസ്റ്റർ ആനി, അല്ല സോറി സിസ്റ്റർ അനു, ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന സുഹൃത്തുക്കളായ കൗൺസിലർമാർ, പ്രസിഡന്റ് സ്വാഗതം ആശംസിച്ച ഈ സ്കൂളിന്റെ പ്രിയങ്ക ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ സിജി, ഡിജിറ്റൽ തിരഞ്ഞെ കുറിച്ച് വിശദീകരിച്ച ശ്രീമതി സുമൻ, എന്നെ കുറിച്ച് നല്ല വാക്കിൽ പറഞ്ഞ ഡയാന ടീച്ചർ, പ്രിയമുള്ള രക്ഷകർത്താക്കളെ, അധ്യാപകരെ, പ്രധാനമന്ത്രിമാരെ, നല്ലവരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഡിജിറ്റൽ ഫിനൈൻ എന്ന പേരിൽ പഠനോപകരണങ്ങളില്ലാത്ത വിദ്യാർത്ഥികൾ, ഇപ്പോഴത്തെ പഠനോപകരണങ്ങൾ പഴയതുപോലെ പുസ്തകങ്ങളല്ല, ഇപ്പോൾ ഡിജിറ്റൽ ഉപകരണമാണ് പഠനോപകരണം. കുട്ടികൾ സ്കൂളുകളിൽ പാഠപുസ്തകങ്ങളൊക്കെ തുറന്നിട്ട് ദീർഘകാലമായി. ഇപ്പൊ എല്ലാം വിരൽക്കുറിപ്പിൽ ഒതുങ്ങുന്ന ഒരു ഡിജിറ്റൽ ഉപകരണം ഉണ്ടെങ്കിൽ അതിനകത്ത് എല്ലാം ലഭ്യമാകുക. ഇവിടെ കോവിഡ് എന്ന മഹാദുരന്തം നമ്മുടെ രാജ്യത്തിന്റെ സംവിധാനങ്ങളെ ആകെ മാറ്റിമറിച്ചു. നമ്മുടെയൊക്കെ ജീവിതകാലത്ത് ഇങ്ങനെയൊരു മഹാമാരി നമ്മളെ പിടികൂടും നമ്മളാരും വിചാരിക്കുന്നത്. നമ്മുടെ ഒന്നും മുഖങ്ങൾ പൂർണ്ണമായി പരസ്പരം കാണാൻ സാധിക്കാതെ, കണ്ടാൽ തന്നെ അവർ ചിരിക്കുന്നോ കരയുന്നോ എന്നുപോലും മനസ്സിലാക്കാൻ കഴിയാതെ, കൈകള് പലവട്ടം സാനിറ്റൈസർ ഉപയോഗിച്ച് കഴുകി, പലപ്പോഴും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ, ഒരു സിനിമ കാണാൻ കഴിയാതെ, ആവശ്യമുള്ളപ്പോൾ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ കഴിയാതെ, ആവശ്യമുള്ള സാധനങ്ങൾ ആവശ്യമുള്ളപ്പോൾ കടകളിൽ പോയി വാങ്ങാൻ കഴിയാതെ, ഇഷ്ടമുള്ളൊരു തുണി ഇഷ്ടമുള്ള ദിവസം പോയി എടുക്കാൻ കഴിയാതെ, ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഇഷ്ടമുള്ള ദിവസം പോകാൻ യാത്ര ചെയ്യാൻ കഴിയാതെ, അങ്ങനെ നമ്മെ തളച്ചിട്ടിരിക്കുകയാണ് കോവിഡ് എന്ന മഹാദുരന്തം. സാധാരണക്കാരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിന്റെ എല്ലാ താളവും കോവിഡ് തെറ്റിച്ചിരിക്കുകയാണ്. വരുമാനമില്ല, കടകൾ തുറക്കുന്നില്ല, വാഹനങ്ങൾ ഓടുന്നില്ല, സമസ്ത മേഖലകളെയും സ്തംഭിപ്പിച്ചു നിർത്തിക്കൊണ്ട് ഒരു മഹാദുരന്തം ലോകത്തെയാകെ വേട്ടയാടുന്നു. ഈ മഹാദുരന്തത്തിന്റെ നടുവിൽ നമ്മെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് കേരളം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുന്നത്. ഇവിടെ നമ്മുടെ പ്രിയങ്കരായ ഹെഡ്മിസ്ട്രസ് സൂചിപ്പിച്ചതുപോലെ അധ്യയന വർഷം മുടങ്ങാതെ കൊണ്ടുപോകാൻ പരിശ്രമം കഴിഞ്ഞ വർഷം ആരംഭിച്ചു ഒന്നാം പിണറായി സർക്കാർ. അവിചാരിതമായുണ്ടായ മഹാദുരന്തത്തിന്റെ നടുവിൽ എല്ലാം കൊട്ടി അടയ്ക്കപ്പെട്ടപ്പോൾ സ്വാഭാവികമായി നമ്മുടെ സ്കൂളുകളുമെല്ലാം അടയ്ക്കപ്പെട്ടു. സ്കൂളുകൾ അടയുമ്പോഴും വിദ്യാർത്ഥികളുടെ അധ്യയന വർഷം മുടങ്ങരുത് എന്നുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടി കഴിഞ്ഞ അധ്യയന വർഷം വിക്ടേഴ്സ് ചാനലിലൂടെ കുട്ടികളെ പരമാവധി വിദ്യ അഭ്യസിപ്പിച്ച് അവരുടെ അധ്യയന വർഷം നഷ്ടപ്പെടാതെ നോക്കുവാനുള്ള ചരിത്രപരമായ തീരുമാനമെടുത്ത ഗവൺമെന്റായിരുന്നു കഴിഞ്ഞ പിണറായി സർക്കാർ.
അതുകൊണ്ട് കഴിഞ്ഞ ഒരു അധ്യയന വർഷം കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് നഷ്ടമായി. ആ മാതൃകയെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും പിന്നെ അനുകരിക്കുകയാണ്. ഈ വർഷവും ഈ ദുരന്തം തുടരുമെന്ന് നമ്മളാരും പ്രതീക്ഷിക്കും. ഈ വെല്ലുവിളി അതിജീവിക്കുക എന്നത് ശ്രമകരമായ പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഈ അധ്യയന വർഷം ഡിജിറ്റൽ ഉപകരണങ്ങളിലൂടെയുള്ള വിദ്യാഭ്യസിപ്പിക്കുവാൻ, അങ്ങനെ നഷ്ടപ്പെട്ടു പോയ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ആ സുഖ സൗകര്യങ്ങൾ ഒരു പരിധിവരെയെങ്കിലും വീണ്ടെടുക്കുവാനുള്ള ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷ വിദ്യാർത്ഥികൾക്കും ഇന്ന് ഡിജിറ്റൽ ഉപകരണങ്ങൾ കൈക്കലാക്കാൻ കഴിയും. ഗവൺമെന്റ് വളരെ ശക്തമായ തീരുമാനമെടുത്തു. ഡിജിറ്റൽ ഡിവൈഡ് കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഒരു വിദ്യാർത്ഥി പോലും ഡിജിറ്റൽ ഉപകരണം ഇല്ലാത്തതിന്റെ പേരിൽ അധ്യയനം മുടങ്ങാനോ വിദ്യ അഭ്യസിക്കാൻ കഴിയാതെയോ ഉള്ള സാഹചര്യം ഉണ്ടാകുന്നു. സ്കൂളുകളിൽ കമ്മിറ്റികൾ ഉണ്ടാക്കാൻ പാടില്ല. മന്ത്രിമാർക്കോടെ ജില്ലകളിലെ ചുമതല കൊടുക്കും. വാർഡ് കൗൺസിലർമാരെ ജനപ്രതിനിധികളെ ചുമതലപ്പെടുത്തിക്കൊണ്ട് സ്കൂൾ അധികൃതരെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥന്മാരെ, വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് എല്ലാ സ്കൂളുകളുടെയും കണക്കെടുപ്പ് പൂർത്തിയാക്കാൻ തീരുമാനിച്ചു. സാമ്പത്തികമായി ഒരു ഡിജിറ്റൽ ഉപകരണം വാങ്ങിക്കാൻ കഴിയാത്ത, നിർവാഹമില്ലാത്ത കുടുംബങ്ങളുടെ പരിശോധന നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ കേരളത്തിൽ ആകെ പരിശോധന നടത്തിയപ്പോൾ നമുക്ക് 1% വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ ഉപകരണങ്ങൾ സ്വന്തമാക്കാൻ കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം കേരളം തിരിച്ചറിഞ്ഞു. അതിന്റെ ഫലമായി ആ വിടവ് നികത്താൻ കേരളത്തിലെ ജനസമൂഹം ഒന്നായി ഉയർത്തെണീക്കുന്ന ചിത്രമാണ് കേരളം കണ്ടത്. സാമൂഹ്യ പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ, സന്നദ്ധ സംഘടനകൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, ജീവനക്കാർ, സാമ്പത്തികമായി ശേഷിയുള്ള വ്യവസായികൾ, സന്നദ്ധ സംഘടനകൾ, സർവീസ് സംഘടനകൾ, അധ്യാപക സംഘടനകൾ എല്ലാവരെയും കൈകോർത്തുകൊണ്ട് ഈ മഹത്തായ യജ്ഞത്തിന് വിജയകരമായ സമാപ്തിയിലെത്തിക്കാനുള്ള പരിശ്രമമാണ് ഇന്ന് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് സെന്റ് ഫിലോമിന സ്കൂളില് ഇന്ന് ഡിജിറ്റൽ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിന്റെ ഒരു ഘട്ടം ആരംഭിക്കുന്നു. ഇനിയും ചില വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ ഉപകരണങ്ങൾ കിട്ടാനുണ്ട്. അതും നൽകിക്കൊണ്ട് പൂർത്തിയാക്കാൻ എത്രയും പെട്ടെന്ന് ഈ സ്കൂളിന് കഴിയുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. നമുക്കറിയാം, നമ്മുടെയൊക്കെ മുതിർന്ന ആളുകളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല കാലഘട്ടം ഏതെന്ന് ചോദിച്ചാൽ സ്കൂൾ ജീവിതമാണ്. അല്ലലില്ലാത്ത, ആശങ്കകളില്ലാത്ത, കുറവുകളില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത, ദുരിതങ്ങളില്ലാത്ത ആ നല്ല സ്കൂളിലെ ജീവിതം. അത് നഷ്ടപ്പെട്ടാൽ ഒരു വിദ്യാർത്ഥി ഒരിക്കലും പൂർണ്ണനാവുകയില്ല. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ 2 വർഷക്കാലമായി, ഈ അധ്യയന വർഷവും കഴിഞ്ഞ അധ്യയന വർഷവും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളുകളിൽ ചെന്ന് അധ്യാപകരെ കാണാൻ കഴിയുന്നില്ല. അവരുടെ സ്നേഹം ആസ്വദിക്കാൻ കഴിയുന്നില്ല. അവരുടെ സാമീപ്യം അനുഭവിക്കാൻ കഴിയുന്നില്ല. അവരുടെ വാക്കുകൾ നേരെ കേൾക്കാൻ കഴിയുന്നില്ല. അവരുടെ ഒരു നോട്ടം നമ്മിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല. കൂട്ടുകാരാണെങ്കിലോ കൂട്ടുകാരെ കാണാനില്ല. 100 കണക്കിന് വിദ്യാർത്ഥികൾ ഒരുമിച്ച് കൂട്ടുകൂടി കളിച്ച് ചിരിച്ച് വഴക്കുകൂടി ഒക്കെ നടക്കുന്ന സ്കൂളിന്റെ ജീവിതം അത് കഴിഞ്ഞ 2 വർഷമായി നഷ്ടപ്പെട്ടിരിക്കും. ഇന്നെല്ലാം വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ വിദ്യാർത്ഥികൾ അടയ്ക്കപ്പെട്ടിരിക്കും. അമ്മമാര് തന്നെ ഇന്ന് വീടുകളിൽ അധ്യാപികമാരായി മാറേണ്ട അവസ്ഥ വന്നിരിക്കും. അമ്മമാര് തന്നെ ഇന്ന് വിദ്യാർത്ഥികൾക്ക് കൂട്ടുകാരികളുമായി മാറേണ്ട അവസ്ഥ വന്നിരിക്കും. അമ്മമാരുടെ ജീവിതഭാരം, ജോലിഭാരം എന്നതിനേക്കാൾ ഇരട്ടിത്തിരിക്കുന്നു. വീട്ടിൽ ചെയ്യേണ്ട ജോലിക്ക് അപ്പുറത്തേക്ക് കുഞ്ഞുങ്ങളുടെ പഠനത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ,
കുഞ്ഞുങ്ങളുടെ കളിക്കൂട്ടുകാരായി മാറാൻ, കുഞ്ഞുങ്ങളുടെ അധ്യാപകരായി മാറാനൊക്കെ രക്ഷകർത്താക്കൾ നിർബന്ധിതരായിരിക്കും. അങ്ങനെയുള്ള ജീവിത സാഹചര്യവുമായി പൊരുത്തപ്പെടാനാണ് ഇന്ന് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ എഴുത്തും വായനയും കൊണ്ട് മാത്രം വിദ്യാഭ്യാസം പൂർണ്ണമാകും. വിദ്യാർത്ഥികളുടെ സർവ്വവാസനകൾ വികസിക്കണമെങ്കിൽ, വളരണമെങ്കിൽ കലാലയത്തിന്റെ ചുറ്റുപാടും കൊണ്ട് മാത്രമേ അത് യാഥാർത്ഥ്യമാകൂ. ഇന്നിപ്പോൾ കായിക പരിശീലനങ്ങൾ വിദ്യാർത്ഥികൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കലാപരമായ വാസനകളെ വളർത്തിയെടുക്കാനുള്ള സാഹചര്യം ഇല്ലാതായിരിക്കും. വ്യക്തിത്വ വികാസത്തിനുള്ള സാധ്യതകൾ നമ്മുടെ മുന്നിൽ അടങ്ങിയിരിക്കുന്നു. ഇതെല്ലാം വീട്ടിലെ 4 ചുവടുകൾക്കുൾ നേടിയെടുക്കാൻ കഴിയുന്നതല്ല. വിദ്യാർത്ഥിയുടെ സമഗ്ര വികസനം എന്ന് പറയുമ്പോൾ കലാലയ ജീവിതത്തിലൂടെ ലഭിക്കുന്നതാണ്. അത് നഷ്ടപ്പെട്ടാൽ ഒരു വിദ്യാർത്ഥിക്ക് പൂർണ്ണനാകാൻ കഴിയും. എഴുത്തും വായനയും കൊണ്ട് മാത്രം വിദ്യാഭ്യാസം പൂർത്തിയാകും. ജീവിതമാകുന്ന പരീക്ഷയിൽ ഉന്നതമായ വിജയം കൈവരിക്കണമെങ്കിൽ ഒരു വിദ്യാർത്ഥിയുടെ സമഗ്രമായ വളർച്ചയിലൂടെയും വികാസത്തിലൂടെയും മാത്രമേ അതിന് കഴിയൂ. ഇന്ന് ഡിജിറ്റൽ ഉപകരണങ്ങളാൽ തടയ്ക്കപ്പെട്ട ജീവിതത്തിന്റെ മുമ്പിൽ വിദ്യാർത്ഥികളുടെ പല സ്വപ്നങ്ങളും അടഞ്ഞു പോകുകയാണ്. എങ്കിലും ഈ മഹാമാരിയെ നേരിടുവാൻ പൊതുസമൂഹം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ നിർബന്ധിതമായിരിക്കുകയാണ്. അതിന്റെ ഒരു അധ്യായമാണ് ഇന്നിവിടെ നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും പരസ്പരം കൈകോർത്തുകൊണ്ട്, പരസ്പരം പങ്കുവച്ചുകൊണ്ട് നമ്മൾ ഈ മഹാദുരന്തത്തെ നേരിടുവാനുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീരപ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ രംഗത്തിൽ കാലഘട്ടം വരെ ഏറെ പിന്തള്ളപ്പെട്ടു പോകുന്ന സമൂഹമായി. എന്നാൽ കഴിഞ്ഞ കുറെ കാലമായി വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞു എന്നുള്ളത് തീരപ്രദേശത്തെ വിദ്യാഭ്യാസ രംഗത്ത് ഉള്ള കുതിച്ചുചാട്ടങ്ങളാണ് ആർക്കും മനസ്സിലാക്കാൻ കഴിയും. 10ാം ക്ലാസ് കഴിഞ്ഞാൽ വിദ്യ അഭ്യസിക്കുവാനുള്ള അവസരം തീരപ്രദേശത്ത് ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികൾക്ക് നിഷേധിക്കപ്പെടുന്ന ഒരു കാലഘട്ടമുണ്ടായി. അവിടെയാണ് നമ്മുടെ ഭൂരിപക്ഷം തീരദേശ സ്കൂളുകളിൽ +2 പഠിക്കുവാനുള്ള അവസരം നമുക്ക് ഒരുക്കി കൊടുക്കാൻ കഴിയും. ഞാൻ എംഎൽഎയായിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ തീരപ്രദേശത്തെ ബഹുഭൂരിപക്ഷം വിദ്യാലയങ്ങൾക്കും +2 എന്നുള്ള യാഥാർത്ഥ്യം നടപ്പിലാക്കുവാൻ കഴിഞ്ഞതിനുള്ള സംതൃപ്തി എനിക്കുണ്ട്. പൂന്തറ സെന്റ് തോമസ് സ്കൂള്, വലിയതുറ സെന്റ് ആന്റണി സ്കൂള്, അതുപോലെ വെട്ടുകാട് സ്കൂള്, സെന്റ് ജോസഫ് സ്കൂള്, വള്ളക്കുട ജമാഅത്തിന്റെ ഹൈസ്കൂള്, അവിടെ പ്രൊഫഷണൽ ഹയർ സെക്കൻഡറിക്ക് അഡീഷണൽ ബാച്ച് കൊടുത്തത്, കമലേശ്വരം, മണക്കാട് സ്കൂളുകൾ ഉൾപ്പെടെ ഭാരതനഗര സ്കൂൾ ഉൾപ്പെടെ ഈ പ്രദേശത്ത് വിഴിഞ്ഞം, പള്ളിത്തുറ, തിരുവല്ലം, അതെ BNB ഉൾപ്പെടെ അഞ്ചലങ്ങ് മുതൽ ഇങ്ങോട്ട് തീരപ്രദേശത്ത് നിരവധിയായ സ്കൂളുകൾ നമുക്ക് +2 സ്കൂളുകളായി മാറ്റാൻ കഴിയും. ഈ സെന്റ് ഫിലോമിന സ്കൂളും ഹയർ സെക്കൻഡറിയായി ഉയർത്തുന്ന അതിയായ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ സ്കൂളിന്റെ മാനേജ്മെന്റിൽ ഇരുന്ന തലത്തിൽ തന്നെ ആളുകൾക്ക് എന്തോ കാരണത്താൽ ഈ സ്കൂൾ ഹയർ സെക്കൻഡറിയായി ഉയർത്താൻ അന്ന് താല്പര്യമില്ലായിരുന്നു. ഞാൻ അന്ന് പറഞ്ഞിരുന്നു, ഒരു അപേക്ഷ പോലും കൊടുത്തിട്ടില്ല. ഞാനന്ന് പറഞ്ഞതാണ് അപേക്ഷ കൊടുക്കാൻ. പക്ഷേ അന്നത്തെ സ്കൂളിന്റെ മാനേജ്മെന്റ് മുഖം തിരിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇപ്പോഴും കാരണം പറഞ്ഞാലും ഞാൻ പറഞ്ഞു, സെന്റ് ഫിലോമിന സ്കൂളിന് ആദ്യം സ്കൂൾ തരാം +2. കാരണം ഒരു നിയോജക മണ്ഡലത്തിൽ അങ്ങനെ 1 or 2 സ്കൂളുകളിൽ അപ്പുറമൊന്നും കൊടുത്തില്ല. ഞാൻ എംഎൽഎയായിരുന്നപ്പോൾ ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ +2 കൊടുത്തൊരു മണ്ഡലമാണ് തിരുവനന്തപുരം മണ്ഡലം. അന്ന് എന്റെ പാർട്ടിയുടെ തന്നെ പ്രതിനിധിയായി നേതാവായിരുന്ന വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായിരുന്നത് കൊണ്ടാണ് എനിക്ക് കൂടുതൽ നേടിയെടുക്കാൻ കഴിയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, 2 സ്കൂളുകൾ, പൂന്തറയിലെ 2 സ്കൂളുകൾ ഒരുമിച്ച് അടുത്തടുത്ത് +2 കിട്ടാൻ നിയമപരമായി സാധ്യത കുറവാണ്. പൂന്തറ സ്കൂളിന് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ കിട്ടാൻ വലിയ നിയമതടസ്സമുണ്ട്. കാരണം അത് മിക്സഡ് സ്കൂളാണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പഠിക്കുന്ന സ്കൂളിൽ +2 കൊടുത്താൽ പിന്നെ തൊട്ടടുത്ത സ്കൂളിലേക്ക് ഹയർ സെക്കൻഡറി വേണമെന്ന് നിയമപരമായ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്.
അതേസമയം സെന്റ് ഫിലോമിന സ്കൂളിൽ ആദ്യം +2 കിട്ടിയാണ്. അപ്പുറത്ത് ഞാൻ പഠിച്ച സ്കൂളിൽ ആൺകുട്ടികൾക്ക് പഠിക്കാൻ ഈ സ്കൂളിൽ സൗകര്യമില്ലാത്തത് കൊണ്ട്, ഇതൊരു മിക്സഡ് സ്കൂൾ അല്ലാത്തത് കൊണ്ട് അവിടെ ആൺകുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യമില്ലാത്തതിന്റെ പേരിൽ രണ്ടാമത് വേണമെങ്കിൽ അവിടെ +2 കൊടുക്കുവാൻ. പക്ഷെ അവിടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പഠിക്കാൻ സൗകര്യമുള്ളത് കൊണ്ട് ഇനി എന്ത് കാരണം പറഞ്ഞാൽ ഈ സ്കൂളിൽ ഇനിയൊരു ഘട്ടത്തിൽ +2 കിട്ടുക എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു നല്ല അവസരം സിസ്റ്റർ അനു ഉൾപ്പെടെ പുസ്തകമായി നഷ്ടപ്പെടുത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ കാര്യത്തെ കുറിച്ച് ചില ഓരോ ഘട്ടങ്ങളിലും ഓരോ വിശദീകരണം നൽകി ഇങ്ങനെ ആളുകളുടെ കൺഫ്യൂഷൻ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ മുഴുവൻ പറയുന്നില്ല, ഇവിടെ പറഞ്ഞ് നിർത്തുകയാണ്. അന്ന് കൊടുത്തതിന് നിഷ്പ്രയാസം സെന്റ് ഫിലോമിന സ്കൂളിൽ നിന്ന് ഹയർ സെക്കൻഡറി സ്കൂളായി ഉയരുമായിരുന്നു. ഞാൻ ആരെയും പ്രതികൂലം നിർത്താൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അനായാസം അപ്പൊ കിട്ടിയില്ലെങ്കിൽ പിന്നെ കിട്ടുമെന്ന് ധരിച്ചുകൊണ്ടായിരിക്കും അത് വെച്ച് അന്ന് വേണ്ട എന്നൊരു നിലപാടുണ്ട്. പക്ഷെ ഇനി എത്രയോ കാലമായി 98ലാണ് +2 പൂന്തറ സെന്റ് തോമസിന് കൊടുത്തത്. 97ലാണ് ഇവിടെ കൊടുക്കാനുണ്ട്. അപ്പൊ അന്ന് ഇപ്പൊ 97, 2007, 2017 കാൽനൂറ്റാണ്ടായി. കാൽനൂറ്റാണ്ടിലേക്ക് ഒരു സ്കൂൾ പോലും ഈ പ്രദേശത്ത് വാങ്ങിക്കൊടുക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഇത്രയും സ്കൂളുകൾ ഹയർ സെക്കൻഡറി അണിനിരത്താൻ കഴിഞ്ഞെങ്കിൽ സ്ഥാപികമായാലും എന്തുകൊണ്ടാണ് ഈ സ്കൂൾ കഴിഞ്ഞ കാൽനൂറ്റാണ്ടിനിടയ്ക്ക് +2 സ്കൂളുകൾ ഉയർത്താൻ കഴിയാതെ പോയത്? കുറെ കൂടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനുള്ള അവസരം നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുള്ള യാഥാർത്ഥ്യവും ദുഃഖവും എനിക്കുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സന്ദർഭത്തിൽ പറയാൻ നിർബന്ധിതല്ല. അന്നത്തെ സിസ്റ്റർമാരുടെ കുഴപ്പമൊന്നുമില്ല. കാരണം ഹയർ സെക്കൻഡറി ഉയർത്തണമെങ്കിൽ വലിയ സാമ്പത്തിക ബാധ്യത കെട്ടണം കെട്ടണം, അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കണം. അപ്പൊ അത്രയൊക്കെ ഒരു സാമ്പത്തിക ബാധ്യത ഒരുപക്ഷെ ഏറ്റെടുക്കാനുള്ള മാനേജ്മെന്റിന്റെ ശേഷിക്കുറവുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അന്ന് സ്കൂള് ഹയർ സെക്കൻഡറി സ്കൂളായി ഉയർത്താൻ അന്ന് കഴിയാതെ. എങ്കിലും നമുക്ക് ഈ നിയമ തടസ്സങ്ങളെല്ലാം ഉണ്ടെങ്കിലും നമുക്കൊരു കൂട്ടായി പരിശ്രമം വീണ്ടും നടത്തി നോക്കാം എന്ന് മാത്രമേ ഈ സന്ദർഭത്തോടെ പറയാൻ ആഗ്രഹിക്കൂ. നിങ്ങൾ കൈയടിച്ചത് കേട്ടപ്പോൾ ഞാൻ +2 അനുവദിച്ചു എന്നുള്ള വാർത്ത കേട്ടാണ് കൈയടിച്ചത്. അങ്ങനെ ധരിക്കരുത്. അങ്ങനെ ഒരു ഉറപ്പ് എനിക്ക് തരാൻ കഴിയില്ല. കാരണം ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയല്ല. 1. 2, നിയമപരമായ സാധ്യതകൾ തടസ്സങ്ങൾ ഏറെയുണ്ട്. ഏതായാലും സെന്റ് ഫിലോമിന സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം, ഈ കൺവെൻഷൻ കോൺവെന്റിനെ സംബന്ധിച്ചിടത്തോളം എന്റെ ബന്ധം വളരെ വലുതാണ്. ഒരു കാലഘട്ടത്തിൽ ഞാൻ വരാൻ ഒരു ദിവസം പോലില്ല. ഒരു 1980-കളിൽ 70-കളുടെ മധ്യേ 80-കളുടെ മധ്യ വരെയുള്ള ഒരു ദീർഘകാലം ഞാൻ ഇവിടുത്തെ ഒരു അന്യവാസികളെ പോലെ തന്നെ മിക്കവാറും എല്ലാ ദിവസവും ഇവിടെ വരും. സിസ്റ്റർ അനുഭവമൊക്കെ ഞങ്ങൾ ഒരുമിച്ച് എത്രയോ പദ്ധതികൾക്ക്, എത്രയോ പൊതുപ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ ഒരുമിച്ച് പങ്കെടുത്തതൊക്കെ ഇപ്പോൾ ഓർമ്മിക്കുക. അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്ന പല സിസ്റ്റേഴ്സിനും പല ഗവൺമെന്റുകളുള്ളപ്പോൾ തന്നെ അവരെ ഒക്കെ കാണുമ്പോൾ, വലിയ പുതുക്കുമ്പോഴൊക്കെ ആ പഴയ സൗഹൃദം മറക്കാൻ കഴിയും. മാത്രമല്ല, ഈ സ്കൂളിനെ സംബന്ധിച്ച് ഈ സ്കൂളിന്റെ ആദ്യത്തെ ബസ് അത് KSRTC കണ്ടം ചെയ്ത ബസ്സായിരുന്നു. ആദ്യം കഴിച്ചു ഗവൺമെന്റ് ബസ്, ആദ്യത്തെ ബസ്. അന്ന് ഞങ്ങളെ ഒരു സമിതി ഉണ്ടാക്കി, ഇവിടെ വികസന സമിതി ഉണ്ടാക്കി, ഞങ്ങളെല്ലാം അംഗങ്ങളായി KSRTC നിന്നും പോയി ബാർഗെയിൻ ചെയ്ത് KSRTC പഴയ വാഹനം ആണ് ആദ്യമായിട്ട് നമ്മൾ ഇവിടെ സെന്റ് ഫിലോമിന സ്കൂളിന്റെ സ്കൂൾ ബസ്സായി നമ്മളെടുത്തത്. ഇന്നായിരുന്നെങ്കിൽ ഞാൻ KSRTCയുടെ മന്ത്രി കൂടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബസ് കൊടുക്കാൻ കുറെ കൂടി പുതിയ ബസ് കൊടുക്കാൻ കഴിയുമായിരുന്നു. അത് ഞങ്ങള് എത്രയോ പേരുടെ കാല് പിടിക്കാൻ ഒരു പഴയ ബസ് അത് നമുക്ക് കിട്ടാൻ, അപ്പൊ വില കുറച്ച് കിട്ടാൻ ഒക്കെയുള്ള പരിശ്രമം നടത്തിയെന്നുള്ളത് എന്റെ ഓർമ്മയിലൂടെ കടന്നു പോവുകയാണ്. ഞങ്ങൾ ഭീമാപള്ളി, മാണിക്കുളാകം, പൂന്തറ പ്രദേശത്തൊക്കെ ഞങ്ങളൊക്കെ ഒരുമിച്ച് പല വീടുകളിലും പോയി പലരോടും അഭ്യർത്ഥിച്ച് അങ്ങനെ ചെറിയ 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 തുക സ്വരൂപിച്ചാണ് അന്ന് ഈ സ്കൂളിന്റെ ആദ്യത്തെ ബസ് വാങ്ങാനുള്ള ഒരു നടപടി പൂർത്തിയായത്. അതായത് അങ്ങനെ ഒരു സംരംഭത്തിന് ഭാഗമാക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും തികഞ്ഞ അഭിമാനത്തോട് ഞാൻ ഓർക്കുകയാണ്. അങ്ങനെയും സെന്റ് ഫിലോമിന സ്കൂളുമായി ബന്ധമുണ്ട്. മാത്രമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സ്കൂൾ എന്റെ നാട്ടിലെ സ്കൂളാണ്. അപ്പൊ ഇവിടെ ഗേൾസ് സ്കൂൾ ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് പഠിക്കാൻ അഡ്മിഷൻ തരാത്തത്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഇവിടെ തന്നെ പഠിക്കുമായിരുന്നു.
ഏതായാലും പൂന്തറ സെന്റ് ഫിലോമിന സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ അഭിമാനത്തോടെ തന്നെയാണ് നമ്മളെല്ലാം ഈ സ്കൂളിനെ നോക്കിക്കാണുന്നത്. ഈ പ്രദേശത്തിന്റെ പ്രകാശ ഗോപുരമാണ് സെന്റ് ഫിലോമിന സ്കൂൾ നിലകൊള്ളുന്നതിൽ നാം എല്ലാവരും അഭിമാനിക്കുക. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സിസ്റ്റേഴ്സിന്റെ കനോഷ്യൻ സിസ്റ്റേഴ്സിന്റെ കഠിനമായ പ്രവർത്തനം, നിസ്വാർത്ഥമായ പ്രവർത്തനം, ത്യാഗോജ്വലമായ പ്രവർത്തനം, ആ സിസ്റ്റേഴ്സിനോട് തീർച്ചയായിട്ടും നാട്ടുകാർക്ക് വേണ്ടിയുള്ള നന്ദിയും കടപ്പാടും ഈ സന്ദർഭത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു. ആദ്യ ശുശ്രൂഷ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ കനോഷ്യൻ സിസ്റ്റേഴ്സ് വഹിക്കുന്ന പങ്ക് കേരളമെമ്പാടും മാത്രമല്ല ലോകമെമ്പാടും വലിയ പങ്കാണ് ആ സമൂഹം നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൂന്തറയുടെ സമഗ്രമായ വികസനത്തിനും വളർച്ചയ്ക്കും പുരോഗതിക്കും സാമൂഹ്യവും ആധ്യാത്മികവും സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ വളർച്ച, കായികവും കലാപരവുമായ വളർച്ച സെന്റ് ഫിലോമിന സ്കൂൾ നൽകുന്ന കനോഷ്യൻ കോൺവെന്റ് നൽകുന്ന സംഭാവനകളെ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയും. ഈ സ്കൂളിന് ഞാൻ എം എൽ എ ആവുന്നതിന് മുമ്പും 1996-2001 കാലഘട്ടത്തിൽ ഞാൻ എം എൽ എ ആയിരിക്കുമ്പോൾ ഈ സ്കൂളിന്റെ നിരവധിയായ പരിപാടികളിൽ സംബന്ധിക്കാനുള്ള ഭാഗ്യവും അവസരവും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്കൂള് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വികാരമാണ്. ഈ നാടിന്റെ സ്കൂളായതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ സ്കൂള് ഒരു അന്യമാണെന്ന് ഒരിക്കലും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന അമ്മമാർ, സഹോദരിമാർ, സഹോദരന്മാരൊക്കെ തന്നെ നമ്മളെല്ലാവരും കുടുംബങ്ങളെ പോലെ കഴിഞ്ഞു വരുന്നവർ. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ സ്കൂളിന്റെ വളർച്ച നമ്മുടെ എല്ലാം ക്രമപരമായി ഈ സ്കൂള് കൂടുതലായി വളരേണ്ടതുണ്ട്, വികസിക്കേണ്ടതുണ്ട്. അതിനുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാം. ഞാൻ ദീർഘമായ പ്രസംഗത്തിന് മുതിരുന്നില്ല. ഇന്നിപ്പോൾ ഏതാനും വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ ഉപകരണങ്ങൾ എത്തിക്കുകയാണ്. ഈ ഡിജിറ്റൽ ഉപകരണങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ ഇതിനു മുമ്പ് കൈവശം ഏറ്റുവാങ്ങിയ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അവരുടെ ഒന്ന് മാത്രമേ പറയാനുള്ളൂ. പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുന്നത് പോലെ നമുക്ക് നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കാം, മോശമായ പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഈ ഉപകരണത്തിന്റെ പ്രധാനമായ ലക്ഷ്യം നിങ്ങളുടെ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത് മോശമായ കാര്യങ്ങൾക്കും ഉപകരിക്കാവുന്നത് നിങ്ങൾക്കെല്ലാം അറിയാം. അങ്ങനെ മോശമായ കാര്യങ്ങൾക്ക് ഉപകരിച്ചാൽ നമ്മുടെ ജീവിത ലക്ഷ്യം തന്നെ താളം തെറ്റുകയാണ്. അതുകൊണ്ട് മാതാപിതാക്കളെ സംബന്ധിച്ചും രക്ഷകർത്താക്കളെ സംബന്ധിച്ചും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൈകളിൽ കിട്ടുന്ന മൊബൈൽ ഫോണുകൾ, ഡിജിറ്റൽ ഉപകരണങ്ങൾ അത് ദുരുപയോഗം ചെയ്യാതെ എന്താവശ്യത്തിന് വേണ്ടിയാണോ നിങ്ങളുടെ കൈകളിലേക്ക് ഫോണുകൾ എത്തുന്നത് ആ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുവാനും ആ ആവശ്യം കഴിഞ്ഞാൽ കഴിയുമെങ്കിൽ രക്ഷകർത്താക്കളുടെ കൈകളിലേക്ക് തന്നെ മടക്കി കൊടുക്കാനും ശ്രമിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനും. കാരണം ദുരുപയോഗം ചെയ്യുവാനുള്ള സാധ്യതകൾ ഏറെയുള്ള ഒരു സംവിധാനമാണ്. നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ നൂതനമായ കണ്ടുപിടുത്തത്തിന്റെയൊക്കെ പരിണിത ഫലങ്ങളാണ് ഇതുപോലുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ. ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഒക്കെ അനന്തമായ സാധ്യതകൾ ഇത്തരം ഉപകരണങ്ങളുടെ സാധ്യത വളരെയേറെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇത്തരം ഡിജിറ്റൽ ഉപകരണങ്ങൾ ദുരുപയോഗം ചെയ്യാതെ വിദ്യ അഭ്യസിക്കുന്നതിനും നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനും നന്മ നിറഞ്ഞ കാഴ്ചകൾ കാണാനും മാത്രമായി ഉപയോഗിക്കുവാൻ നിങ്ങളുടെ മനസ്സിനെ ശക്തിപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഡിജിറ്റൽ ഉപകരണങ്ങൾ സംഭാവന ചെയ്ത നിങ്ങളെ അറിയാത്ത ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. അവരിത്തരം ഉപകരണങ്ങൾ സംഭാവന ചെയ്യുമ്പോൾ അവരുടെ ലക്ഷ്യം നിങ്ങളുടെ വളർച്ചയാണ്, നിങ്ങളുടെ വികാസമാണ്, നിങ്ങളുടെ തകർച്ചയാണ്. അതുകൊണ്ട് അവരോടുള്ള ഒരു കടപ്പാടിന്റെ ഭാഗമായി നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഈ ഡിജിറ്റൽ ഉപകരണങ്ങൾ ശരിയായ വിധത്തിൽ ഉപയോഗിക്കാൻ കഴിയട്ടെ ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ കാലഘട്ടത്തിൽ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദ്യ അഭ്യസിക്കുവാൻ, കുറവുകൾ നികത്താൻ പരമാവധി പരിശ്രമിച്ചുകൊണ്ട് നമുക്കിതിലൂടെ അധ്യാപകരെ കാണാൻ കഴിയും. നിങ്ങൾക്ക് പഠനം സമയം കഴിഞ്ഞാൽ പോലും അധ്യാപകരെ വിളിച്ച് സംശയങ്ങൾ ചോദിക്കാൻ കഴിയും. അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ ഇതിനുണ്ട്. അതുപോലെ എഴുതിയെടുക്കേണ്ട കാര്യമില്ല. പഠിപ്പിക്കുന്നതൊക്കെ അധ്യാപകർ പഠിപ്പിക്കുന്നതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചാൽ വീണ്ടും വിട്ട് കേൾക്കാൻ കഴിയും. അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഡിജിറ്റൽ ഉപകരണങ്ങൾക്ക് ഗുണവും ദോഷവും ഒക്കെ ഉണ്ട്. ഗുണപരമായ വശങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ വിദ്യാഭ്യാസ രംഗത്തിന്റെ വളർച്ചയ്ക്ക് സമഗ്രമായ പുരോഗതിക്ക് പരമാവധി ഈ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ
സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ജീവിതമാകുന്ന പരീക്ഷയിൽ ഉന്നതമായ വിജയം കൈവരിക്കാൻ നിങ്ങൾക്കെല്ലാം കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ കുഞ്ഞുങ്ങളുടെ വിദ്യ അഭ്യസിപ്പിക്കുന്നതിന് വേണ്ടി സ്കൂൾ ടീച്ചർമാർ വഹിക്കുന്ന പങ്ക് വളരെ നിസ്തുലമാണ്. നിങ്ങൾക്ക് ഡിജിറ്റൽ ഉപകരണങ്ങൾ നേടിത്തരുന്നതിന് അവർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അപ്പോ തീർച്ചയായിട്ടും അവരോടും നിങ്ങൾക്ക് നിന്നും നന്ദിയും കടപ്പാടും ഉണ്ടായിരിക്കും. അതോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാരായി, അധ്യാപകരായി, അമ്മമാരായി ഒക്കെ പ്രവർത്തിക്കാൻ ത്യാഗോജ്ജലമായ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന നിങ്ങളുടെ രക്ഷകർത്താക്കളോട് നന്ദിയുള്ളവരായിരുന്നു മാത്രം പറഞ്ഞുകൊണ്ട് സെന്റ് ഫിലോമിന സ്കൂളിന്റെ ആഭിമുഖ്യം നടത്തുന്ന ഈ ഡിജിറ്റൽ പ്ലേയിങ് എന്ന മഹത്തായ പരിപാടി നിങ്ങളുടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി. Thank you, sir, for your nice words. കുട്ടികൾക്ക് ഓൺലൈൻ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിനായി മുഖ്യാതിഥി അഡ്വക്കേറ്റ് ശ്രീ ആന്റണി രാജു സാറിനെ ക്ഷണിക്കുന്നു. പഠനോപകരണം ഏറ്റുവാങ്ങുന്നതിനായി തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾ പേര് വായിക്കുന്നതനുസരിച്ച് മുന്നോട്ട് വരേണ്ടതാണ്. Andrea Napoleon, 2nd B. Okay, sir. Aframol, 3rd A. Shifa, 3rd A. Soumya J, 3rd A. Josina, 3rd B. Asia N, 7th C. Safia YS, 6th C. Anuja D, 7th D. Fatima Anna, 3rd C. Fida Fatima, 6th B. Hepsi D, 5th C. Anselin Francis, 5th C. Jaffna M, 5th C. Swaliha. Wait. Sana S, 6th B. Sana S, 6th B. Anselin Francis, 5th C. Jaffna M, 5th C. Swaliha S, 6th E. Thank you, sir, for spending your valuable time with us. നമ്മുടെ മദർ സുപ്പീരിയർ റവറൻഡ് സിസ്റ്റർ അനു വാലി മറ്റത്തിൽ സ്വതസിദ്ധമായ ചടുലത, പ്രസന്നത, നർമ്മബോധം, ശാന്ത സ്വഭാവം എന്നീ സദ്ഗുണങ്ങളുടെ വിളനിലമാണ്. സെന്റ് ഫിലോമിന CHS ഹെഡ് മിസ്ട്രസ്, സെന്റ് മേരീസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർട്ട് കൊച്ചി പ്രിൻസിപ്പൽ, ഇറ്റലിയിൽ വർഷങ്ങളോളം മിഷൻ പ്രവർത്തനം തുടങ്ങിയ കർമ്മപഥങ്ങളിൽ തിളങ്ങിയ നമ്മുടെ മദറിനെ പഠനോപകരണ വിതരണത്തിനായി സാദരം ക്ഷണിക്കുന്നു. ഐഷ ആർ, 6th E. ശ്രുതി NJ, 5th D. ശിവപ്രഭ A, 7th B. ദിൽഷ വില്യം, ദിൽഷ വില്യം
7th E, Asin S, 7th D, Tasmia N, 5th A, Farhana Bibi, 5th A, Irfana Farhat, 5th A, Rasia R, 7th A, Renjita SR, 9th D, Ashma James, 7th D. Thank you, Mother. വിശിഷ്ട അതിഥിക്ക് നമ്മുടെ സ്നേഹാദരവുകളുടെ പ്രതീകമായി മൊമെന്റോ നൽകുന്നതിനായി നമ്മുടെ ഹെഡ് മിസ്റ്റേഴ്സ് റവറൻഡ് സിസ്റ്റർ സിജി തോമസിനെ ക്ഷണിക്കുന്നു. മൊമെന്റോ ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ ആന്റണി രാജു സാറിനെ സാദരം ക്ഷണിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വളരെയധികം തിരക്കിനിടയ്ക്കും ഇവിടെ എത്തിച്ചേർന്ന അഡ്വക്കേറ്റ് ശ്രീ ആന്റണി രാജു സർ അവർക്ക് ഏറ്റവും കൃത്യമായ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. സ്വന്തം വാർഡിലെ ഓരോ വിദ്യാർത്ഥികളെയും പഠനത്തിന് പ്രാധാന്യം നൽകുകയും അവരിൽ ഓൺലൈൻ പഠന സൗകര്യമില്ലാത്ത കുട്ടികൾക്ക് പഠനോപകരണം ലഭ്യമാക്കാൻ പല പ്രവർത്തനങ്ങളും നടപ്പിലാക്കുകയും ചെയ്ത പുത്തൻപള്ളി വാർഡ് കൗൺസിലർ ശ്രീ എസ് സലീം സാറിനെ പഠനോപകരണം വിതരണം ചെയ്യുന്നതിനായി ക്ഷണിക്കുന്നു. കുട്ടികളുടെ പേര് വായിക്കാണ്. അജിത ബി 9th A, അജിത ബി 9th A, സുഫീന ബി 10th A, ഉത്രജ 9th D, ഐഷ എം 5th C, കമറുന്നസ 10th A, റോക്സീന 10th D, Thank you, sir. സദസ്സിനെ സംബോധന ചെയ്യുന്നതിനായി ശ്രീ സലീം സാറിനെ സാദരം ക്ഷണിക്കുന്നു. ഈ സദസ്സിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന ബഹുമാനിയായിട്ടുള്ള
അധ്യക്ഷ, നമുക്ക് സ്വാഗതം ആശംസിച്ച ഏറെ ആദരണീയനും ബഹുമാനീയമായിട്ടുള്ള സിസ്റ്റർ സിജി, നമുക്ക് എന്ന് പറയുമ്പോൾ എൻ്റെ കുട്ടിക്കാലം മുതൽ തന്നെ ബന്ധമുള്ള നമ്മുടെ മാതാ പ്രിയപ്പെട്ട ബഹുമാനിയായ ആദരിക്കപ്പെടേണ്ട വ്യക്തിത്വത്തിന് ഉടമയായിട്ടുള്ള ശ്രീ അനു അവർ, എൻ്റെ സഹപ്രവർത്തകനും ജ്യേഷ്ഠ സഹോദരനും കൂടിയായിട്ടുള്ള കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിട്ടുള്ള ശ്രീ എസ് എം ബഷീർ, എൻ്റെ പ്രിയ സുഹൃത്ത് ഈ PTA-യുടെ ഈ സ്കൂളിന്റെ വിവിധമായിട്ടുള്ള വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന യൂസഫ് തുടങ്ങി ഇവിടെ ഉപവിഷ്ടരായിരിക്കുന്ന നല്ല മനസ്സിനുടമകളായിട്ടുള്ള അധ്യാപകർ, സ്റ്റാഫ്, നമ്മുടെ വിവിധ മക്കൾ, കുട്ടികൾ, രക്ഷകർത്താക്കൾ, ഞാൻ വലിയൊരു ദീർഘമായിട്ടുള്ള പ്രസംഗത്തിന് മുതിരുന്നില്ല. കാരണം എനിക്ക് 3 മണിക്കൂർ കമ്മിറ്റി മീറ്റിംഗ് ഞാൻ അറിയുന്നതിലാണ് ഇവിടെ വന്നത്. തീർച്ചയായും ഇവിടെ ഇന്നത്തെ ഈ സദസ്സും വേദിയുമെല്ലാം കാണുമ്പോൾ എന്റെ മനസ്സ് സന്തോഷിക്കുകയാണ്. കാരണം ഞാനുമായിട്ട് കൂടുതൽ ആത്മബന്ധമുള്ള, എനിക്ക് ഏറ്റവും കൂടുതൽ നേരിട്ട് അറിയാവുന്ന വ്യക്തിത്വങ്ങളാണ് ഈ സ്കൂളിന്റെ മദർ സുപ്പീരിയറായും ഹെഡ് മിസ്റ്ററായും ഒക്കെ ഇരിക്കുന്നത് എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ സന്തോഷത്തിന് ഇടനൽകുന്നതാണ്. തീർച്ചയായും നമ്മുടെ നാടിന്റെ നവോത്ഥാന കാലഘട്ടം എന്ന് പറയാൻ കഴിയുന്ന രൂപത്തിൽ നമ്മുടെ നാടിനെ നന്നാക്കി മാറ്റുന്നതിന്, നമ്മുടെ കുട്ടികൾക്ക് ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസം നേടിക്കൊടുക്കുന്നതിൽ ഏറ്റവും മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള മഹത്തായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് സെന്റ് ഫിലോമിനാസ് ഗേൾസ് ഹൈസ്കൂൾ. നമുക്കറിയാം നമ്മുടെ നാടിന്റെ പൂർവ്വകാല സ്ഥിതികൾ. ഞങ്ങളുടെ 10ാം ക്ലാസ് വരെയൊക്കെ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന നമ്മുടെ നാടിന്റെ സ്ഥിതി മാറ്റിമറിക്കുന്നത് ഒരു വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹത്തിന് മാത്രമേ ആ നാടിന്റെ വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മനുഷ്യ സമൂഹത്തെ ആകെ ഒന്നായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നമ്മുടെ നാടിന് പണ്ട് ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്ത പേരുകളെല്ലാം കേട്ടിട്ടുണ്ടായിരുന്നെങ്കിലും സംഭവങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിലും അതെല്ലാം മാറ്റിമറിക്കുന്ന നമ്മുടെ സമൂഹത്തിനാകെ ഈ നാട്ടിൽ പിറന്നു വീഴുന്ന മനുഷ്യർ എല്ലാം ഒരൊരുപറ്റ മക്കളാണെന്നുള്ള തോന്നലോടുകൂടി ഈ സമൂഹത്തെ, ഈ നാടിനെയാകെ മാറ്റിമറിക്കുന്നത്, മാറ്റിമറിക്കുന്നത് ഉത്തരവാദിത്തബോധത്തോടുകൂടി പ്രവർത്തിച്ചിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് നമ്മുടെ സെന്റ് ഫിലോമിനാസ് EHS. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, നമ്മുടെ നാടിന്റെ നവോത്ഥാന കാലഘട്ടത്തിൽ നിന്ന് ഭാവിയിലെങ്കിലും ചരിത്ര വിദ്യാർത്ഥികൾക്കോ ചരിത്രകാരന്മാർക്കോ ഒക്കെ എഴുതാൻ കഴിയുന്ന രൂപത്തിൽ നമ്മുടെ നാടിന്റെ ചരിത്രത്തെ മാറ്റിമറിക്കുന്നതിൽ, നമ്മുടെ നാടിന്റെ വിവിധങ്ങളായിട്ടുള്ള വികസനത്തിലേക്ക് വേണ്ടി കൊണ്ടുവരുന്നത്, നമ്മുടെ നാടിന്റെ ഐക്യം രൂപപ്പെടുത്തിയെടുക്കുന്നതിലേക്ക് ഈ സ്കൂൾ വഹിച്ചിട്ടുള്ള പങ്ക് പ്രശസ്തമാണ്, ആർക്കും വിസ്മരിക്കാൻ കഴിയാത്തതാണ്. ഞങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച്, ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചൊക്കെ ഒരു ബഹുമാനിയായിട്ടുള്ള നമ്മുടെ മന്ത്രി, നമ്മുടെ സമൂഹ മന്ത്രി ശ്രീ ആന്റണി സവിസ്തരം പ്രതിപാദിച്ചിരിക്കുകയാണ്. ഞാൻ അക്കാര്യങ്ങളിലേക്ക് വേണ്ടി പോകുന്നു. നമുക്കൊക്കെ ഒരു സ്വപ്നമുണ്ട്. നേരത്തെ സൂചിപ്പിച്ച മന്ത്രി പറഞ്ഞുകൊണ്ട് ഞാനിവിടെ പറഞ്ഞു പോവുകയാണ്. നമുക്ക് നമ്മുടെ സ്കൂളിലെ മക്കൾക്ക് +2 വിദ്യാഭ്യാസം ഈ സ്കൂളിൽ തന്നെ ലഭ്യമാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അത് നമുക്ക് കൂട്ടായിട്ട് പരിശ്രമിക്കാം. തീർച്ചയായും കൊണ്ടുവരാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട്. നമുക്കെല്ലാം കൂട്ടായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് 2 മന്ത്രിമാർ നമ്മുടെ തൊട്ടടുത്തും അപ്പുറവും ഇപ്പുറവുമാണ്. ഒന്നിപ്പുറത്തെ നമ്മുടെ മന്ത്രി, ഒന്ന് തൊട്ടപ്പുറത്തെ നിയോജകമണ്ഡലത്തിലെ മന്ത്രി സഖാവ് കൃഷ്ണൻകുട്ടി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. തീർച്ചയായും തീരപ്രദേശത്തെ ഒരു സ്കൂൾ എന്നുള്ള നിലയിൽ ഇതിനെ പരിഹരിക്കാൻ വേണ്ടി കഴിയുമെങ്കിൽ അതിനുവേണ്ടിയുള്ള പരിശ്രമം നമുക്ക് കൂട്ടായിട്ട് പരിശ്രമിക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ നൽകപ്പെട്ട ഈ ഡിജിറ്റൽ ഫോൺ ഞങ്ങളെല്ലാം സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം പകരുന്ന ഒരു ചടങ്ങ് കൂടിയാണ്. ഞാൻ ബഷീർ പ്രൊഫസറുകളൊക്കെ ഞങ്ങളെയൊക്കെ വീടുകളിൽ ഫോണിന് വേണ്ടി ഇങ്ങനെ ആളുകൾ വരികയാണ്.
എന്റെ അടുത്ത് തന്നെ ഒരു 200ഓളം കുട്ടികൾ വിദ്യാർത്ഥികൾ ഈ ഫോണിന് വേണ്ടി വിവിധ സ്കൂളുകളിൽ പഠിക്കുന്നതാണ്. അതുപോലെ ബഷീർ കൗൺസിൽ അടുത്ത് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് കഴിയുന്ന രൂപത്തിൽ ചില ഇടപെടലുകൾ കുറച്ചു പേർക്കൊക്കെ കൊടുക്കാൻ വേണ്ടി വിവിധ രൂപങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നടത്തപ്പെട്ടിട്ടുള്ളത്. ഇവിടെ നേരത്തെ എച്ച്എം സൂചിപ്പിച്ചതുപോലെ ഈ സ്കൂളിലെ അധ്യാപികർ പെൻഷൻ പറ്റി പോയിട്ടുള്ള അവരുടെ റിട്ടയർമെന്റ് വിഹിതത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു വിഹിതം, നല്ല സുമനസ്സുകൾ നൽകിയിട്ടുള്ള സംഭാവനകൾ, അതെല്ലാം സമാഹരിച്ചുകൊണ്ട് ഇതിന് നമ്മുടെ കുട്ടികൾക്ക് ഒരു കുട്ടി പോലും, ഒരു വിദ്യാർത്ഥിനി പോലും ഈ ഡിജിറ്റൽ വിദ്യാഭ്യാസ സൗകര്യം ലഭ്യമാകാതെ അവരുടെ വിദ്യാഭ്യാസത്തിന് കുറവുണ്ടാകാൻ പാടില്ല എന്നുള്ള ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിച്ച ഒരു മനസ്സിനുടമയാണ് എച്ച് എം എന്ന് നേരത്തെ സൂചിപ്പിച്ചു. അങ്ങനെ അതിനുവേണ്ടി നേതൃത്വം നൽകിയ എച്ച് എമ്മിനെയും മദർ സുപ്പീരിയറെയും ഇവിടുത്തെ എല്ലാ അധ്യാപികരെയും സ്റ്റാഫംഗങ്ങളെയും കൃത്യമായിട്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിൽ എല്ലാവരുമായിട്ടുള്ള ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യം നൽകുന്നു. താങ്ക് യു സർ. തന്റെ വാർഡിലെ ജനങ്ങളുടെ ഓരോ കുടുംബത്തിന്റെയും ക്ഷേമം മുൻനിർത്തി പ്രവർത്തിക്കുന്ന മാണിക്യവിളാകം വാർഡ് കൗൺസിലർ ശ്രീ എസ് എം ബഷീർ സാറിനെ പഠനോപകരണ വിതരണത്തിനായി ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. കുട്ടികളുടെ പേര് വായിക്കുകയാണ്. റിഫാന നൂർ 6th C, റിയാനി 9th B, ജസീറ T 9th B, അൻസിയ മോൾ N 9th B, പേര് നോക്കിയിട്ട് പേര് നോക്കണം. നാസിയ S 9th A, അന്ന ഫാത്തിമ 10th B. ഫോണിലെ പേര് കറക്റ്റാണ്. താങ്ക് യു സർ. പാഠ്യേതര പ്രവർത്തനങ്ങളിൽ കുട്ടികളുടെ നന്മയ്ക്കായി സ്കൂളിനോട് പൂർണ്ണമായും സഹകരിച്ച് പ്രവർത്തിക്കുന്ന PTA-യും MPTA-യുമാണ് നമ്മൾക്കുള്ളത്. PTA-യുടെ ചുക്കാൻ പിടിക്കുന്ന സദാ സേവന സന്നദ്ധനായ നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ യൂസഫ് സാറിനെ പഠനോപകരണ വിതരണം നിർവഹിക്കുന്നതിനായി ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. സപ്ന S 10th A, സപ്ന S 10th A, മേഘ A 10th C, അഖില H 9th A, സഫിയ BV 9th A, ഹൈറുനിസ 10th B, ശ്രേയ S രാജീവ് 5th B. Thank you, sir. ഏതൊരു പ്രവർത്തനവും പൂർണ്ണമാകുന്നത് അതിനായി പ്രയത്നിച്ച സഹകരിച്ച ഏവർക്കും നന്ദി അർപ്പിക്കുമ്പോഴാണ്. ഇന്നത്തെ പരിപാടിയിൽ സന്നിഹിതരായവർക്കും സഹകരിച്ചവർക്കും കൃതജ്ഞത സമർപ്പിക്കുന്നതിനായി ഡിജിറ്റൽ ഫിലൈൻ പ്രോജക്ട് അംഗവും നമ്മുടെ ഏവരുടെയും പ്രിയകരിയുമായ ഫിലോമിന ടീച്ചറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഗതാഗത മന്ത്രി ശ്രീ
ആന്റണി രാജു സാർ, സ്നേഹം ബഹുമാനമുള്ള വാർഡ് കൗൺസിലർ എസ് എം ബഷീർ സാർ, സലീം സാർ, ബഹുമാനമുള്ള മദർ മാനേജർ സിസ്റ്റർ അനു, സ്നേഹം ബഹുമാനമുള്ള ഹെഡ്മിസ്റ്റർ സിസ്റ്റർ സിജി, ബഹുമാനമുള്ള PTA പ്രസിഡന്റ് യൂസഫ് സാർ, സ്നേഹം നിറഞ്ഞ PTA പ്രതിനിധികളെ, സ്നേഹം നിറഞ്ഞ രക്ഷകർത്താക്കളെ, പ്രിയ വിദ്യാർത്ഥികളെ, പ്രിയ സഹപ്രവർത്തകരെ, ഈ ധന്യമായ യോഗത്തിൽ കടന്നു വന്ന ഏവർക്കും നന്ദി അർപ്പിക്കുക എന്നതാണ് എന്റെ കർത്തവ്യം. ഡിജിറ്റൽ മൊബൈൽ വിതരണം ചെയ്യുന്ന ഈ പരിപാടിക്ക് നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ നമ്മുടെ വിജയത്തിനായി പ്രവർത്തിച്ച ഏവർക്കും നന്ദി അർപ്പിക്കുന്ന ഈ അവസരത്തിൽ ആദ്യമേ ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ഈ യോഗത്തിന് ആദ്യമേ നന്ദി അർപ്പിക്കേണ്ടത് ഡിജിറ്റൽ ഫയൽ വിതരണം ചെയ്യാനായി കടന്നു വന്ന നമ്മുടെ മന്ത്രി ആന്റണി രാജു സാറിനാണ്. സാറിന്റെ അസാന്നിധ്യത്തിൽ സാറിന് നന്ദി അർപ്പിക്കുകയാണ്. സെന്റ് ഫിലോമിനാസ് ഗേൾസ് സ്കൂളിന്റെ ഡിജിറ്റൽ പഠനോപകരണ വിതരണത്തിന് ഏറ്റവും അനുയോജ്യനായ വ്യക്തിയാണ് ഗതാഗത മന്ത്രിയായ ശ്രീ ആന്റണി രാജു സാർ. സാർ ഈ നാട്ടിൽ എന്റെ പ്രിയ മകനാണ്. സാറിന്റെ സാന്നിധ്യം ഈ യോഗത്തിന് ഏറെ ചാടുക കൂട്ടിയതായിരുന്നു. സാറിന്റെ എല്ലാ നല്ല വാക്കുകൾക്കും നമ്മുടെ സ്കൂളിന്റെ ഉയർച്ചയ്ക്കായി മന്ത്രി ചെയ്ത എല്ലാ നല്ല സേവനങ്ങളും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയും സാർ മന്ത്രി എന്ന നിലയിൽ നമ്മുടെ സ്കൂളിന് നൽകുന്ന എല്ലാ സേവനങ്ങളെയും ഈ അവസരത്തിൽ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. സാർ ഈ യോഗത്തിൽ കടന്നു വരികയും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ ഫോൺ വിതരണം ചെയ്യുകയും ചെയ്തതിന് സാറിനോടുള്ള നന്ദി സാറിന്റെ അഭാവത്തിൽ ഒന്നുകൂടി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. മാണിക്കുളാവ് വാർഡ് കൗൺസിലർ ശ്രീ എസ് എം ബഷീർ സാറും പുത്തൻപള്ളി വാർഡ് കൗൺസിലർ സലീം സാറും നമ്മുടെ വാർഡിലെ നിർധനരായ വിദ്യാർത്ഥികളെ കണ്ടെത്തുകയും അവർക്ക് മൊബൈൽ ഫോൺ ലഭ്യമാക്കുന്നതിന് ഏറെ സേവനം അനുഷ്ഠിച്ചവരാണ്. അതിന്റെ പ്രയോജനം നമ്മുടെ സ്കൂളിലെ ചില വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ മൊബൈൽ ഫോണിന്റെ പ്രവർത്തനങ്ങൾക്ക് ഏറെ സഹകരിച്ച വാർഡ് കൗൺസിലർമാരായ എസ് എം ബഷീർ സാറിനും പുത്തൻപള്ളി വാർഡ് കൗൺസിലർ സലീം സാറിനും ഈ അവസരത്തിൽ സെന്റ് ഫിലോമിനാസ് ഗേൾസ് സ്കൂളിന്റെ പേരിലുള്ള അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഞങ്ങളുടെ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നല്ല നിർദ്ദേശം നൽകുന്ന വ്യക്തിയാണ് ഞങ്ങളുടെ മദർ മാനേജർ സിസ്റ്റർ അനു. സിസ്റ്റർ അനുവിന്റെ നല്ല വാക്കുകൾ ഞങ്ങളെ ഏറെ പ്രചോദനം നൽകുന്നവയാണ്. ഈ യോഗത്തിന് കടന്നു വന്ന സിസ്റ്റർ അനുവിനെ ഏവരുടെയും പേരിൽ ഏറ്റവും കൃത്യമായ നന്ദി അറിയിച്ചു കൊടുക്കുന്നു. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ വീട് വിദ്യാലയമായി മാറിയപ്പോൾ ഞങ്ങളുടെ സ്കൂളിലെ ധാരാളം വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോണിന്റെ അപര്യാപ്തത കണ്ടെത്തി. ഇത് മനസ്സിലാക്കി അധ്യാപകരെ ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ഞങ്ങളെ കർമ്മോത്സവരാക്കി മാറ്റുകയും ചെയ്തത് ഞങ്ങളുടെ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ സിജിയാണ്. ആ പ്രവർത്തനങ്ങളുടെ വിജയമാണ് ഇന്ന് ഈ ചടങ്ങ്. ഈ ചടങ്ങിനെ ധന്യമാക്കുന്ന ഹെഡ്മിസ്റ്റർ സിസ്റ്റർ സിജിക്ക് ഞാൻ ഏവരുടെയും പേരിൽ സ്നേഹോഷ്മളമായ നന്ദി അറിയിച്ചു കൊടുക്കുന്നു. നമ്മുടെ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും തന്നല്ലാകുന്ന എല്ലാ സേവനവും അർപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ PTA പ്രസിഡന്റ് ബഷീർ സാർ, യൂസഫ് സാർ. സാർ നമ്മുടെ സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആത്മാർത്ഥമായി കടന്നു വരുന്ന വ്യക്തിയാണ്. ഈ യോഗത്തിൽ കടന്നു വന്ന യൂസഫ് സാറിന് ഇവരുടെയും പേരിൽ കൃത്യമായ നന്ദി അറിയിച്ചു കൊടുക്കുന്നു. ഇവിടെ കടന്നു വന്ന എല്ലാ PTA ഭാരവാഹികളെയും ഏറെ സ്നേഹത്തോടെ ഓർക്കുന്നു. നമ്മുടെ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന ഒരു ശക്തമായ PTA-യാണ് നമുക്കുള്ളത്. ഇന്ന് കടന്നു വന്ന എല്ലാ PTA ഭാരവാഹികൾക്കും ഏറെ സ്നേഹത്തോടെ കൃത്യമായ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇവിടെ കടന്നു വന്ന എല്ലാ രക്ഷകർത്താക്കൾക്കും മൊബൈൽ ഫോൺ ലഭ്യമായതിലൂടെ നന്നായി പഠിക്കാമെന്ന് തീരുമാനമെടുത്ത എല്ലാ മക്കൾക്കും സ്നേഹത്തോടെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഡിജിറ്റൽ പ്ലെയിൻ 2021-22 എന്ന സ്വപ്ന പദ്ധതി സാക്ഷാത്കരിക്കാൻ അക്ഷീണം പ്രയത്നിച്ചവരാണ് ഓരോ അധ്യാപകരും. എല്ലാ അധ്യാപകരെയും സ്നേഹത്തോടെ ഓർക്കുകയും യോഗത്തിന് കടന്നു വന്ന എല്ലാ അധ്യാപകർക്കും സ്നേഹത്തോടെ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഏവർക്കും നമ്മുടെ നന്ദി അറിയിച്ചുകൊണ്ട് നോക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഡിയർ ടീച്ചർ. പ്രിയപ്പെട്ടവരെ, സ്കൂൾ ആരംഭത്തോടു കൂടിയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നത്. അതിനായി എല്ലാവരും എഴുന്നേറ്റ് നിൽക്കേണ്ടതാണ്. സ്കൂൾ ആരംഭത്തിന് ശേഷം എല്ലാവരും തന്നെ അവരവരുടെ സ്ഥാനങ്ങളിലായിരിക്കുക. അധ്യാപകരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രമേ പുറത്തേക്ക് പോകാൻ പാടുള്ളൂ. കാരണം നമുക്ക് കോവിഡ് പ്രോട്ടോകോൾ പാലിക്കേണ്ടതുണ്ട്. സ്കൂൾ ആരംഭത്തിനായി പ്രിയപ്പെട്ട അധ്യാപകരെ ക്ഷണിച്ചുകൊള്ളുന്നു.
வாழ்க வாழ்க நாட்குமார் வாழ்க வாழ்க நிற்குமே തീരദേശ തിലകമാൻ സെന്റ് ഫിലോമിനാസ് കലോസായിലെ വിശുദ്ധമേഖലന്റെ പുണ്യപാത പിന്തുടർന്ന് ഉയരെടുത്ത ധന്യ വിദ്യാപീഠം കലോസായിലെ വിശുദ്ധമേഖലന്റെ പുണ്യപാത പിന്തുടർന്ന് ഉയരെടുത്ത ധന്യ വിദ്യാപീഠമേ வாழ்க வாழ்க നാട്കുമാർ வாழ்க வாழ்க നിൽക്കുമേ തീരദേശ തിലകമാൻ സെന്റ് ഫിലോമിനാസ് ബുദ്ധിയും വിശുദ്ധിയും സ്നേഹവും വിനയവും നിത്യവും ഏകണേ വിദ്യതൻ നിർത്താലത്തിൽ ത്യാഗവും ധൈര്യവും ധർമ്മവും നീതിയും എടാവിളം കൈതെളിയണം ജീവിതത്തെ പാതയിൽ സോദരരുടെ ഈശ്വരന്റെ ദിവ്യഛായ കാണുവാൻ എന്നിൽ നിരന്തരം വെളിച്ചമായി നീ മാറണം നന്മയായി ഭവിക്കണം നൽഫലങ്ങളേകണം തിന്മയെ വെടിയണം വിദ്വേഷഭാവം മാറ്റണം வாழ்க வாழ்க നാൾക്കുനാൾ வாழ்க